യുടെ തിരുമുറ്റത്ത് തിരുസന്നിധിയിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ വർഷത്തെ ഈ മഹത് യജ്ഞം എന്ന് പറഞ്ഞാൽ മഹാഗണേശോത്സവം, അത് പ്രസന്നതയിൽ അവിടുന്ന് സ്വീകരിക്കണേ, ഞങ്ങൾ അനുഗ്രഹിക്കണേ. ഇന്നുവരെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ദേശത്തും നമ്മുടെ ദേശവാസികളിലും ഉള്ള എല്ലാവിധ കഷ്ട അരിഷ്ടതകളും, അതായത് ദുഃഖദോഷ ദുരിതങ്ങളും എല്ലാം തന്നെ അവിടുന്ന് ഇത് സ്വീകരിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാ എല്ലാ നേർവഴിയും തെളിച്ചു തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം അവിടുന്ന് ഇത് സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരുടെയും അനുമാനത്തോടും അനുഗ്രഹത്തോടും ആശീർവാദങ്ങളോടും കൂടിയിട്ട് സംപൂജ്യ സ്വാമിയെ സാക്ഷിയാക്കി അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യത്തിൽ ഗണപതി പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക. ഓം ഗം ഗണപതയേ നമഃ. ഉറക്കെ ജപിച്ചോളൂ എല്ലാവരും. ഓം ഗം ഗണപതയേ നമഃ. 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 ഓം ഗം ഗണപതയേ നമഃ.
ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. തിഷ്ഠനേമീം സ്വസ്തിനോ ബൃഹസ്പതിർദദാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഒക്കൽ ഗണേശോത്സവത്തിന്റെ 2ാം വർഷമാണിത്. ഈ ഗണേശോത്സവത്തിന്റെ 3ാം ദിവസവുമാണിന്ന്. നമ്മളെ 1ാം ദിവസം നമ്മൾ ഗ്രാമപ്രദക്ഷിണം നടത്തി, 2ാം ദിവസം ഭക്തസംഗമം നടത്തി,
മിഴി തുറക്കൽ, 3-ാം ദിവസം ഇന്ന് പ്രതിഷ്ഠ. എനിക്ക് തോന്നുന്നു ഇത്രയേറെ വിശ്വം മുഴുവൻ ഉദിത് ചൈതന്യ സ്വാമിയുടെ പേര് ഉദിച്ചു നിൽക്കുന്നതാണ്. ഈ മണ്ണില് സ്വാമി എത്തിച്ചേരാനുള്ള ഭാഗ്യം നമ്മുടേതൊന്നും ആണെന്ന് തോന്നുന്നില്ല. കാരണം ഒരു 2200 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണ് സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും നഗ്നപാദങ്ങൾ ഏറ്റ മണ്ണാണ്. അന്ന് ആ പാദങ്ങളിൽ മുള്ളുകൊള്ളാതിരിക്കാൻ ഭൂമിദേവി പുൽത്തകിടായിട്ട് ഈ മുറ്റം മുഴുവൻ നടന്നതാണ്. ആ മണ്ണിലുള്ള ആ ചൈതന്യമാണ് നമ്മുടെ ഈ ഗണേശോത്സവം 8 ദിവസം നടത്താനും 4 ആധ്യാത്മിക ആചാര്യന്മാർ ഈ മണ്ണിൽ കാലുകുത്താനും കിടന്നു. അതൊരു ഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തൊന്നും ഇതേപോലെയുള്ള ഗണേശോത്സവ വേദികളിലൊന്നും ഉത്സവ വേദികളിലൊന്നും പ്രസിദ്ധരും പ്രശസ്തരുമായിട്ടുള്ള സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ട്, ആധ്യാത്മിക ധർമ്മത്തിന് വേണ്ടിയിട്ട്, മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്ന, പാടി നടക്കുന്ന, ഉദ്ഘോഷിച്ച് നടക്കുന്ന ഈ ദർശനത്തെ വിശ്വം മുഴുവൻ വ്യാപിപ്പിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരാണ് ഈ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ഈ ശ്രീകോവിലിനകത്തിരിക്കുന്ന ചൈതന്യത്തിന്റെ ശക്തി ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ മണ്ണിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ പന്തലൊക്കെ നിറഞ്ഞൊഴുകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷെ ആഗ്രഹങ്ങൾ ഭഗവാൻ അങ്ങ് സാധിച്ചു തന്നില്ല. എനിക്ക് തോന്നുന്നു സ്വാമിയുടെ ഏറ്റവും കുറഞ്ഞ സദസ്സായിരിക്കും ഇത് എന്ന്. ഏറെ ഒന്നും പറയുന്നില്ല, ഇതിന് ശേഷം പറയാം. ഇന്ന് ഈ വിഗ്രഹ പ്രതിഷ്ഠയാണ്. ഈ പ്രതിഷ്ഠ കഴിഞ്ഞ് ഇനിയും 5 ദിവസം കൂടിയുണ്ട്. സ്വാമിജിയെ ഈ മണ്ണിലേക്ക് എത്തിച്ചേർന്നതിൽ, ഭഗവാന്റെ ഈ മണ്ണില് ഞങ്ങളുടെ ഈ എളിയ ഭക്തരുടെ മുന്നില് സ്വാമിജി വരാൻ കാണിച്ച മനസ്സിന് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സ്വാമിജിയുടെ പ്രഭാഷണത്തിനായിട്ട് നമ്മൾ സ്വാമിജിയെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. ഒക്കൽ ശ്രീകൃഷ്ണ സ്വാമിജി, ഒക്കൽ ഭഗവതി ദേവിയുടെയും പാതാരബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് ഗണേശോത്സവത്തിൻ്റെ പവിത്രമായ ആഘോഷം നടക്കുന്ന ഈ വേളയിൽ ഒക്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഗണേശോത്സവത്തിൻ്റെ ഭാഗമായ, അതും ഏറെ വിശിഷ്ടമായ പ്രതിഷ്ഠാ കർമ്മവേളയിൽ എനിക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിന് ഗണേശ ഭഗവാനെ നമിച്ചുകൊണ്ട് ഗണേശോത്സവത്തിൻ്റെ സംഘാടനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആദരണീയ ശ്രീ ബൈജുജി, അതുപോലെ മജേഷ് ജി, ഏറെ ആദരണീയരായ 2 അശോകൻജിമാരുണ്ട്, അതുപോലെ തന്നെ ശ്രീ ശിവൻജി, ഈ നാടിൻ്റെ സുകൃതികളായ അനുഗ്രഹീതരായ സർവോപരി ആത്മബന്ധുക്കളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനന്തകോടി പ്രണാമം. നമ്മൾ ഗണേശോത്സവം ആഘോഷിക്കുകയാണ്. അപ്പം ഗണേശ ഭഗവാന്റെ ഒരു നാമം ജപിച്ചുകൊണ്ട് നമുക്ക് ഈ ഉത്സവത്തിൻ്റെ മഹത്വവും ചൈതന്യവും സ്വീകരിക്കാം. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. എല്ലാവരും കണ്ണടച്ച് ഗണേശ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ചൊല്ലണം, ഏറ്റുചൊല്ലണം. ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശ പാഹി മാം. ഉറക്കയ്യ. ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷ മാം. ജയ് ഗണേശ ജയ് ഗണേശ ജയ് ഗണേശ പാഹി മാം. ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷ മാം.
जय गणेश जय गणेश जय गणेश पाहि माम्। श्री गणेश रक्ष माम्। जय गणेश जय गणेश पाहि माम्। श्री गणेश रक्ष माम्। जय गणेश पाहि माम्। श्री गणेश रक्ष माम्। उरके जय गणेश पाहि माम्। श्री गणेश रक्ष माम्। 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 एकदन्तं महाकायं तप्तकाञ्चनसन्निभम् लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। गणपति भगवान की जय। ഗണപതി പപ്പ മോറിയ. നമ്മൾ ഗണപതി ഭഗവാന്റെ ഗണേശോത്സവ ആഘോഷത്തിലാണ്. ഗണപതി ഭഗവാനെ നമ്മൾ എന്തിനാണ് ആരാധിക്കുന്നത്? ഗണപതി ഭഗവാന്റെ പിറന്നാൾ വരുന്നത് ഗണേശ് ചതുർത്ഥി ദിവസം, ചിങ്ങമാസത്തിലെ ചതുർത്ഥിയിലാണ് ഗണേശ ഭഗവാന്റെ പിറന്നാൾ. അങ്ങനെയാണ് ആ ദിവസത്തിന് ഗണേശ ചതുർത്ഥി. പൊതുവെ ചതുർത്ഥി എന്ന് പറഞ്ഞാൽ നല്ലൊരു ദിവസമായിട്ട് ആരും കണക്കാക്കാറില്ല. നമ്മൾ മലയാളത്തിൽ വെറുതെ ചീത്തയായിട്ട് പറയും, എന്നെ കാണുന്നതേ ഒരു അഷ്ടചതുർത്ഥിയാണ്, അത് നന്നല്ല ആണോ അങ്ങനെ പറയാറില്ല ഒരു ഭാഷ. എന്തിനായിരിക്കും ഭഗവാൻ ഈ ചതുർത്ഥി ദിവസം അവതരിച്ചത്? ഭഗവാന്റെ അവതാരങ്ങൾക്ക് രണ്ട് ലക്ഷ്യമുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ ഭക്തന്മാരുടെ സകല വിഷമങ്ങളെയും മാറ്റി അവർക്കെല്ലാവിധത്തിലുള്ള
അനുഗ്രഹങ്ങളും നേരുക. അതാണ് രണ്ടാമത്. ഇതിനെ പറയും യോഗക്ഷേമം വഹാമ്യഹം. LIC-കാരുടെ പരസ്യം കണ്ടിട്ടുണ്ടാവുന്നത്. ഇത് നമ്മുടെ ഭഗവത്ഗീത എന്ന് കോപ്പി അടിച്ചതാണ് LIC-കാര്. അങ്ങനെ അവർ ഈ പരസ്യം എടുത്തിട്ടു. എന്താ പരസ്യം? യോഗക്ഷേമം വഹാമ്യഹം. എന്താണ്? ഇപ്പൊ നമ്മുടെ യോഗം എന്ന് വെച്ചാൽ നമ്മുടെ കഷ്ടകാലങ്ങളൊക്കെ മാറണം, നിങ്ങൾക്ക് നല്ലത് വരണം. വേണ്ടേ? വേണ്ടയോ? അപ്പൊ അതിനിവിടെ ഭഗവാന്റെ പ്രതിഷ്ഠയുമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 24-ാം തീയതി തുടങ്ങി 31-ാം തീയതി ഭഗവാന്റെ വിഗ്രഹത്തെ നിമഞ്ജനം ചെയ്യാം. അതായത് ഒരു വശത്ത് ആവാഹനമുണ്ട്, ഒരു വശത്ത് ഭഗവാനെ സ്വീകരിക്കലുണ്ട്, പ്രതിഷ്ഠിക്കലുണ്ട്, വേറെ വശത്ത് നിമഞ്ജനം ചെയ്യും. നിങ്ങൾ ആരൊക്കെയാണോ ഈ വിഗ്രഹങ്ങളൊക്കെ എടുത്തത്, ആ വിഗ്രഹം എടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ യോഗക്ഷേമമാണ് നിങ്ങൾ നേടുന്നത്. നിങ്ങളുടെ കഷ്ടകാലങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഭഗവാൻ എടുത്ത് ഇനി അത് നിമഞ്ജനം ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങളിൽ നിന്നും പോകുന്നു. ഞാനിത് പറയുമ്പോൾ ഇതുവരെ വിഗ്രഹം എടുക്കാത്തവർ വിചാരിക്കും അയ്യോ ഒന്ന് എടുക്കായിരുന്നു എന്ന്. ഒരു ചാൻസ് ഞങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ. നമ്മുടെ ഹിന്ദു സമൂഹത്തിന് അറിയില്ല ഇതിന്റെ മഹത്വം. അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കൾ വളരെ പുറകിലായി പോകുന്നത്. വാസ്തവത്തിൽ ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തേണ്ടവരാണ് ഭാരതീയര്. അതിൽ കേരളം മാത്രമാണെന്നൊരു പുറകോട്ട് നിൽക്കുന്നത്. ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നമ്മളെക്കാളും മുന്നിലേക്ക് കുതിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ജോലി അന്വേഷിച്ച് അവിടെ പോകേണ്ടി വരുന്നത്. മഹാരാഷ്ട്ര നിങ്ങൾ കേട്ട് കാണാം. ഗണേശോത്സവം എന്ന് പറയുന്നത് ഒരു വലിയ മഹോത്സവം തന്നെയാണ്. അവിടെ അടുക്കാൻ പറ്റില്ല ഈ സമയത്ത്. എല്ലാവരും, ഈവൻ ഏറ്റവും ദരിദ്രമായ, നിങ്ങൾ കേട്ട് കാണാം, ബോംബെയില് ധാരാവി എന്നൊക്കെ പറയുന്ന സ്ഥലം കേട്ട് കാണാം. അവിടെയൊക്കെ ചോപ്പട എന്ന് പറയും. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത വീടുകളിൽ ജീവിക്കുന്നവർ. ദാരിദ്ര്യമുണ്ട്. പക്ഷെ അവർക്ക് ഗണേശോത്സവം എന്ന് പറയുന്നത് ഒരു വലിയ ഉത്സവമാണ്. കാരണം എന്താണെന്നറിയോ? ഈ ഗണേശോത്സവമാണത്രേ അവരുടെ ജീവിതത്തെ ഒരു തടസ്സങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ അനുഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ പലർക്കും തൊഴിലില്ല, കല്യാണം നടക്കുന്നില്ല, പല കാര്യങ്ങളിലും മുടക്കങ്ങളും തടസ്സങ്ങളും. ഉണ്ടോ ഇല്ലയോ? പറയൂ. അതെന്തുകൊണ്ടാണ് ഈ തടസ്സം? ഒരു ദൈവാനുഗ്രഹമില്ല, ഒരു ഗുരുത്വം ഇവിടെ കിട്ടിയിട്ടില്ല. പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, പറയുമ്പോൾ നമുക്ക് പലതും മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് പലതും നമുക്കുണ്ട്. ഉണ്ടോ? ഇത്രയും റോഡ് സൗകര്യങ്ങളുണ്ട്, ഇത്രയും പഠിക്കാനുള്ള കോളേജുകളും, ഇത്രയൊക്കെ അടുത്തടുത്ത കോളേജുകളും സൗകര്യങ്ങളൊക്കെ മറ്റു നാടുകളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇവിടെ അതൊക്കെ ഉണ്ട്. എത്ര ഈ കാലടിയിൽ തന്നെ എത്ര കോളേജുകളുണ്ട് നോക്കൂ. എന്നിട്ടും എന്തേ നമ്മൾ നന്നാവാത്തത്? എന്നാൽ നിങ്ങൾ മുസ്ലിം സമുദായത്തിലേക്കൊക്കെ നോക്കൂ. നിങ്ങൾ അവരെങ്ങനെങ്കിലും ബിസിനസ് ചെയ്ത്, ഇപ്പൊ നിങ്ങളുടെ കാലടി, പെരുമ്പാവൂരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതര മതക്കാർ എന്തുകൊണ്ടാണ് വളരെയധികം സമ്പന്നരാവുന്നത്? അതിന്റെ പ്രധാന കാരണം അവരുടെ മതസ്ഥാപനങ്ങളിലുള്ള അവരുടെ പ്രാർത്ഥനകളും അവരുടെ ഐക്യവുമാണ്. സമ്മതിക്കുമോ നിങ്ങൾ? നമ്മൾ ഇതിലൊക്കെ പുറകിലാണ്. നമ്മൾ അന്ധമായ രാഷ്ട്രീയത്തിന്റെ പിന്നിലാണ്. ഹിന്ദുക്കൾ അങ്ങനെ രാഷ്ട്രീയം കളിച്ച് അധപ്പതിക്കുന്നു. മറ്റവരെ അവരുടെ മതകേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യത്തോടെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് അവരടിക്കടിക്ക് സാമ്പത്തികമായും സാമൂഹികമായും അവരുടെ മതപരമായുമുള്ള കാര്യങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സമ്മതിക്കുമോ നിങ്ങൾ? പറയൂ നിങ്ങൾ? അതാണ് നമ്മൾ ഹിന്ദു സമൂഹം പുറകോട്ടായത്. അത് അച്ഛനമ്മമാരാണ് അതിന് ഉത്തരവാദികൾ. കാരണം കുട്ടികളെയൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കാരണം ഗുരുത്വമില്ലെങ്കിൽ, മനസ്സിലായില്ലേ? ദൈവാനുഗ്രഹമില്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും, അതാണ് ഇത്രയും ആത്മഹത്യകൾ കൂടിപ്പോയത്.
ഒരു ദിവസമെങ്കിലും നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യകൾ ഇല്ലാത്തതുണ്ടോ? നോക്കൂ നിങ്ങളെ കൊത്തും കൊലയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തമ്മിൽ തെറ്റി മദ്യശാലയിൽ നോക്കൂ നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്യൂ നിന്ന് നശിക്കുന്നത് ആരാണെന്ന്. ലഹരി ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ നശിക്കുന്നത് ആരാണ്? ഇതിനെന്താ കാരണം? കുട്ടികളിൽ നല്ലൊരു സംസ്കൃതിയെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചില്ല. എന്തിനാണ് ഗണേശോത്സവം നമ്മൾ ആഘോഷിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ഗണേശ രൂപം തന്നെ ഒരു അത്ഭുതമാണ്. ഗണേശന്റെ വിഗ്രഹം നോക്കിക്കഴിഞ്ഞാൽ തല ആനയുടേതാണ്, ഉടൽ മനുഷ്യന്റെയാണ്, അല്ലെ? സഞ്ചരിക്കുന്നതോ ആ ഉടലിന് ചേരാത്തൊരു വാഹനത്തിലും, ഇല്ലേ? ഒരു 100 കിലോ ഉള്ള ഒരാള് സൈക്കിളിന്റെ മുകളിൽ യാത്ര ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഒരു കുഞ്ഞ് എലിയുടെ മുകളിലാണ് ആരുടെ സഞ്ചാരം? ആരുടെ സഞ്ചാരം? ഇവിടെ ഇപ്പം പശുവും കാളയും ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും അല്ല ഗണപതിയുടെ വാഹനം. മൂഷിക വാഹനനാണ്. ആരാണ് വാഹനം? മൂഷികനാണ്. എന്തിനാണ് നമ്മുടെ പൂർവികര് ഇങ്ങനെയുള്ള രൂപങ്ങൾ വെച്ചത്? നിങ്ങൾ നോക്കൂ, ഏത് ക്ഷേത്രങ്ങളാവട്ടെ, ഇനിയിപ്പോ ഗുരുവായൂരപ്പൻ എത്ര സുപ്രസിദ്ധനാണ്, ശബരിമല അയ്യപ്പ സ്വാമി എത്ര സുപ്രസിദ്ധനാണ്. ഏത് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ആ ക്ഷേത്രത്തിന്റെ പ്രധാന നായകത്വം ആർക്കാണ്? ഗണപതി ഭഗവാൻ. ഇനി ഏത് ദേവീ ദേവന്മാർക്കാവട്ടെ, ഇനി ലോകത്തിലെ ഈ ഏറ്റവും വലിയ യജ്ഞങ്ങളോ ഹോമങ്ങളോ ആവട്ടെ, ഇനി ഗംഭീരമായ സോമയാഗങ്ങളോ അല്ലെങ്കിൽ അഗ്നിഹോത്രാദി യാഗങ്ങളോ, കോടികൾ ചെലവഴിച്ചിട്ടുള്ള യാഗങ്ങളോ, ആദ്യം ആരെ പ്രീതിപ്പെടുത്തണം? ആദ്യത്തെ കാര്യങ്ങളൊക്കെ ആർക്കാണ്? ഗണപതി ഭഗവാനാണ്. എന്തേ ഗണപതി ഭഗവാൻ ഇത്രയും പ്രാധാന്യം? പറയുമ്പോൾ മനുഷ്യന്റെ രൂപമല്ലല്ലോ മുഴുവൻ. എന്തിനാണ് നമ്മുടെ ഋഷിവര്യന്മാര് ഇങ്ങനൊരു ഗണപതി സങ്കല്പം, അതായത് ആനയുടെ തലയും മനുഷ്യരൂപവുമായിട്ടുള്ള ഒരു രൂപസങ്കല്പം വെച്ചു? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മള് ഹിന്ദു സംസ്കൃതി എന്ന് പറയുന്നത്, ഭാരത സംസ്കൃതി എന്ന് പറയുന്നത്, ഋഷീശ്വരന്മാർ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് രൂപങ്ങളും ജീവിതത്തിന്റെ സന്ദേശം തരുന്ന പ്രതിരൂപങ്ങളാണ്. രൂപങ്ങളിലൊക്കെ ഒരു സന്ദേശത്തിന്റെ പ്രതിരൂപമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ രൂപം മാത്രം കണ്ടു തൊഴുതുപോയാൽ ഹിന്ദു അവിടെ കടക്കും. ആ രൂപത്തിനനുസരിച്ചുള്ള പ്രതിരൂപങ്ങൾ വെച്ചുകൊണ്ടാണ് മന്ത്രങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഗണപതി ഭഗവാന്റെ ശിരസ് ആനയുടെ മസ്തകം വെച്ചുകൊണ്ട്, ആനയുടെ തല വെച്ചുകൊണ്ട്. എന്തിനാണ് അങ്ങനെ രൂപം വെച്ചിരിക്കുന്നത്? ഇന്നിപ്പോ കുട്ടികൾ പോലും ചോദിക്കും, മനുഷ്യന്റെ കഴുത്തിന്റെ മുകളിൽ ആനയുടെ തല നിൽക്കുമോ? ആനയുടെ കഴുത്തും മനുഷ്യന്റെ കഴുത്തും ഒരുപോലെയാണോ? ആണോ? എന്തിനാണ് ഇങ്ങനെ രൂപം വെച്ചത്? ഇടക്കാലത്ത് നമ്മുടെ സ്പീക്കർ പറഞ്ഞു ഇതൊരു മിത്താണെന്ന്. എന്തുകൊണ്ടാണ് അവർ മിത്തെന്ന് വിളിക്കുന്നത്? ഇതിന്റെ പിന്നിലുള്ള പ്രതിരൂപ സത്യത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോ ഇതൊരു മിത്തായി തോന്നുന്നു. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാക്കേണ്ടത്, സത്യമാക്കേണ്ടത് നമ്മളാണ്. എന്താ നമ്മൾ പഠിക്കേണ്ടത്? ഗണേശ ഭഗവാന്റെ ആനയുടെ തല നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നേതൃത്വ ശക്തിയാണ്. ഏത് ശക്തി? ആന എപ്പോഴും ഉണ്ടല്ലോ ഒരു കൂട്ടം ആനകളെയും കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊമ്പനാന. കൊമ്പൻ എന്ത് ചെയ്യും? എപ്പോഴും മുന്നിൽ നടന്നുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന പോലെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ, വിഘ്നങ്ങൾ തടസ്സം മാറണമെങ്കിൽ നല്ല കാര്യങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടങ്ങോട്ട് നടക്കണം, മുന്നിൽ നടക്കണം. എന്ത് വേണം? ഇന്ന് നമുക്കതില്ല. ഈ മുന്നിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ജീവിച്ചു. കാലത്ത് നേരത്തെ എണീറ്റ് നമ്മുടെ കുട്ടികളെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി നിങ്ങൾ പ്രദക്ഷിണം വെപ്പിച്ചിരുന്നുവെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആലസ്യവും അലസതയും മാറി പലതിനുമുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടാകുമായിരുന്നു. എന്താ? ഒരു മനോബലം ഉണ്ടാകുമായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് മനോബലമില്ല.
വിദ്യാഭ്യാസമേ ഉള്ളൂ, കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ നേരിടാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഉടനെ തൂങ്ങാനാ ശ്രമിക്കുന്നത്, ആത്മഹത്യ ചെയ്യാനാ ശ്രമിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ വാർത്തെടുക്കരുത്. നിങ്ങളുണ്ടല്ലോ, വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതു പോയാൽ പോരാ. കുട്ടികളിലെ നേതൃത്വ ശക്തി, കുട്ടികളിലെ മുന്നേറാനുള്ള ശക്തി, അത് വികസിപ്പിച്ചെടുക്കണം. നമ്മളുണ്ടല്ലോ, സയൻസും ജീവിതവും തമ്മിൽ കണക്ട് ചെയ്തില്ല. ബ്ലൈൻഡ്ലി നമ്മൾ ഹിന്ദുക്കൾ ജീവിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് അധപ്പതനം വന്നതും. മനസ്സിലായി? ഈ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെയായി നിൽക്കേണ്ടത് ഗതികേട് എന്താ വന്നത്? ഹിന്ദുക്കൾ നന്നാവാതെ പോയി. ഹിന്ദുക്കൾ നന്നായിരുന്നെങ്കിൽ ഈ ക്ഷേത്രം എവിടെ എത്തുമായിരുന്നു? 2000 പഴക്കമുള്ള 6 അടി ഉയരം പൊക്കമുള്ള ഒരു വിഗ്രഹമൊക്കെ അപൂർവങ്ങളിൽ അപൂർവ ക്ഷേത്രമാണ്. എന്തുകൊണ്ട് ഇപ്പോഴും പൊളിഞ്ഞു കിടക്കേണ്ട അവസ്ഥ വന്നത്? നമ്മൾ അങ്ങനെ അധപ്പതിച്ച് രാഷ്ട്രീയക്കാരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഹിന്ദുവിന്റെ അധപ്പതനം, മറക്കരുത് നിങ്ങൾ. എന്നാൽ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായില്ല. അവർ കാലത്തെണീക്കുന്നു, അവരുടെ നിസ്കാരങ്ങൾ ചെയ്യുന്നു. കുട്ടികൾ പോലും അവരുടെ നിസ്കാരപ്പായ എടുത്ത് നിസ്കരിക്കും കാലത്ത്. ക്രിസ്ത്യൻ സമൂഹത്തിന് ഈ അധപ്പതനം ഉണ്ടായില്ല. കാരണം അവർ ഞായറാഴ്ച കമ്പൽസറി അവര് പള്ളികളിൽ പോയി പ്രാർത്ഥനകൾ ചെയ്യും. ഉണ്ടോ? ഇനിയിപ്പോ വെക്കേഷനൊക്കെ ആയാൽ നിങ്ങൾക്ക് കാണാം, അവരുടെ പള്ളികളിലൊക്കെ കുട്ടികൾക്ക് ബൈബിൾ ക്ലാസ്സുകളും കണ്ടിട്ടില്ലേ നിങ്ങള്? നിങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ധാരാളം ഉണ്ടല്ലോ. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു പരിശീലനം ആര് കൊടുക്കണോ? ചെറുപ്പക്കാർക്കും ഇതിൽ ഉത്തരവാദിത്തമില്ല, മുതിർന്നവർക്കും ഉത്തരവാദിത്തമില്ല. ഞാൻ ഈ കാര്യത്തിൽ ബൈജുജിയൊക്കെ നമിക്കുകയാണ്. കാരണം അറ്റ്ലീസ്റ്റ് ഗണേശോത്സവത്തിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ നാടിനെ ഉണർത്താൻ അങ്ങനെ കുറച്ചു പേര് ഉള്ളതുണ്ടല്ലോ. ഒരു നല്ല അഭിനന്ദനം കൊടുക്കണം അതിനൊക്കെ. കാരണം മുന്നോട്ട് വരാനുള്ള പ്രചോദനമാണ് ആനയുടെ തല എന്ന് എപ്പോഴും ഓർക്കണം. അപ്പൊ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജത്തെയാണ് ഉണർത്തുന്നത്. ഇത് സയൻസ് ആണ്. ഹിന്ദുയിസം ഈസ് നോട്ട് എ മിത്തോളജി, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ സയൻസ്. ഒരു സയൻസ് ആണത്. നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ്. ഫിസിക്സിന്റെ ക്ലാസ്സിൽ പഠിച്ചാൽ പോരാ. ഉള്ളിലുണ്ട് ഊർജം, ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. ഉള്ളിലുള്ള ഊർജത്തെ ഉണർത്തണം. അപാരമായ ശക്തികളുണ്ട്. കാലത്ത് കടന്നുറങ്ങിയാൽ കിട്ടില്ല അത്. അതിനാണ് കാലത്ത് ഏറ്റവും രാവിലെ ഗണേശന്, വിഘ്നേശ്വരനെ ഗണപതി ഹോമം ചെയ്തുകൊണ്ട് തുടങ്ങുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കാലത്തെണീറ്റ് ക്ഷേത്രത്തിൽ പോകുന്ന ഒരു സംസ്കാരം നാം ഹിന്ദു സമൂഹം ഇനിയും ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ആലസ്യത്തെ വളർത്തി, ഉള്ളിലുള്ള ഊർജത്തെ ഉറക്കി, ഉള്ളിലുള്ള അലസത വളർത്തി നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമില്ല. ഞാൻ ഒന്ന് ആവർത്തിച്ചു പറയാം, എഡ്യൂക്കേഷൻ അല്ല ജീവിതം, വിദ്യാഭ്യാസമല്ല ജീവിതം. ഇന്ന് വിദ്യാഭ്യാസമുള്ളവരെ വേണ്ടാത്ത കാലമാണ്. 1200 പേരെയാണ് TCS കമ്പനി പിരിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഈ വിദ്യാഭ്യാസമാണ് എല്ലാം എന്ന് കരുതി തെറ്റിദ്ധരിച്ച് ജീവിക്കരുത്. നമുക്ക് വിദ്യാഭ്യാസം വേണം. എന്ത് വിദ്യാഭ്യാസം? അതാണ് ദൈവിക വിദ്യാഭ്യാസം. നിങ്ങൾ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകും കുട്ടികളെ, അവരാ ജപിച്ച് അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോണ്ടല്ലോ, ഉള്ളിൽ വരും, ഉള്ളിൽ ഉണർവ് വരും, ഉള്ളിൽ പല തോന്നലുകൾ വരും. ഈ വഴിക്കാണ് പോവേണ്ടത്, ഈ വിദ്യയാണ് നേടേണ്ടത്. ആ വഴിക്ക് പോകുമ്പോഴാണ് സകല പുരോഗതിയും സകല ഐശ്വര്യവും ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുക, കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോഴുണ്ടല്ലോ ഐശ്വര്യത്തിന്റെ പാത കാണുന്നില്ല. നമ്മൾ കാണുന്നത് മുഴുവൻ ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും വഴികളാണ് കാണുന്നത്. മനുഷ്യന്റെ മുന്നിൽ 2 പാതകളുണ്ട്. ഒന്ന് പ്രേയസിന്റെ പാതയും 2 ശ്രേയസിന്റെ പാതയും. പറയൂ, പ്രേയസിന്റെ പാതയും ശ്രേയസിന്റെ പാതയും. പ്രേയസിന്റെ പാത ഇതൊക്കെ ഋഷിവര്യന്മാര് പറഞ്ഞു വെച്ചാണ്. 2 പാതകളുണ്ട്, പ്രേയസിന്റെയും ശ്രേയസിന്റെ. എന്താ പ്രേയസിന്റെ പാത? അതാണ് അലസതയും അവശതയും അവനവന്റെ സ്വാർത്ഥതയും കൊണ്ട് ജീവിക്കുക. അങ്ങനെ ഒരു വിദ്യാഭ്യാസമൊക്കെ നേടി ജീവിക്കുക. ശ്രേയസിന്റെ പാത എന്ന് പറഞ്ഞാൽ പ്രയത്നത്തിന്റെ പാതയാണ്, ആത്മീയ ഊർജത്തെ ഉണർത്തുന്ന പാതയാണ്, അനുഷ്ഠാനത്തിന്റെ പാതയാണ്. അപ്പൊ ശ്രേയസിന്റെ പാതയിലൂടെ പോകുമ്പോൾ ജീവിതത്തിൽ
കുറച്ച് മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മുന്നിലുള്ള ഉന്നതികൾ, നിങ്ങളുടെ മുന്നിലുള്ള ഒരു വലിയ ഒരു എന്താ പറയാ അനുഭവം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ഭഗവാൻ നടത്തിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഭഗവാൻ നിങ്ങളെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് ചെയ്യുന്നത് കാണാം. അർജുനനോട് ഗീതയിൽ കൃഷ്ണൻ പറയും, അർജുന, നിന്റെ അസ്ത്രവിദ്യയൊക്കെ കേമാണെന്നൊന്നും വിചാരിക്കണ്ട, നിനക്ക് അങ്ങനെ ഒരു അഹങ്കാരമൊന്നും വേണ്ട, എനിക്ക് അസ്ത്രവിദ്യ അറിയാമെന്ന്. ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. നീ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ, എന്റെ കയ്യിലുള്ളൊരു ഉപകരണം മാത്രമാണ്. ഇപ്പൊ സ്വാമി ഉദിച്ചതിനെ ലോകം മുഴുവൻ എന്റെ മഹത്വമൊന്നുമല്ല, ഒരു ഉപകരണമാവുക, ഒരു നിമിത്തമാവുക, കൃഷ്ണന്റെ ഒരു പുല്ലാങ്കുഴലാവുക. അത്രയും സാധിച്ചാൽ തന്നെ ജീവിതം നമുക്ക് അനുഗ്രഹമാണ്. അതിനെന്ത് വേണം? അതിന് ദൈവീകതയുടെ പാതയിൽ പോകണം. നല്ല ആ പൊടി തട്ടുള്ളൂ, ആ കാറ്റ് തട്ടുള്ളൂ. അതിന് കാലത്തെണീറ്റ് എന്ത് ചെയ്യണം? അമ്പലങ്ങളിലൊക്കെ പോയി ശീലിക്കണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവീകമായ ഊർജം ഉണർത്താൻ സാധിക്കുക. നിങ്ങളുടെ കുട്ടികൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കാലത്തെണീറ്റ് അമ്പലത്തിൽ പോകുന്ന സംസ്കാരം തുടങ്ങി വെക്കണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഗണനായകൻ, ഗണങ്ങളുടെ മുന്നിൽ നടക്കുന്ന നായകൻ. ഗണപതിയെ വിളിക്കുന്ന പേരാണ് ഗണനായകൻ. ജീവിതത്തിൽ ഗണത്തിന്റെ മുന്നിൽ നടക്കുന്ന, കൂട്ടത്തിന്റെ മുന്നിൽ നടക്കുന്ന നായകനാവണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഇന്ന് നമ്മുടെ കുട്ടികളെല്ലാം ഗണനായകന്മാരല്ല, അവര് ഇരകളാണ്, അടിമകളാണ്. മനസ്സിലായില്ലേ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുണ്ടോ എന്നല്ല, ഇരകളാകുന്നു. ഇപ്പൊ കണ്ടില്ലേ നിങ്ങള് കേരളത്തിൽ നടക്കുന്ന കോലാഹലങ്ങള്? കുറെ വേടന്റെ കയ്യിലും കുറെ MLA-യുടെ കയ്യിലൊക്കെ പെട്ട് കിടക്കുന്ന ഇരകളുടെ കഥകളാണല്ലോ ദിവസം പത്രത്തിൽ വരുന്നത്. ആണോ? പറയൂ നിങ്ങള്. നാളത്തെ ഇരകളെ സൃഷ്ടിക്കലല്ല നിങ്ങളുടെ ജോലി, ഗണനായകന്മാരെ സൃഷ്ടിക്കലാണ്. ആരെയാണ് ആ ഗണനായകന്മാർ? സമൂഹത്തിന്റെ മുന്നിൽ നടന്നുകൊണ്ട് ഒരു സമൂഹത്തെ പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ഊർജമുള്ളവര്, ശക്തിയുള്ളവര്. ഇന്ന് ഗണേശ ഭഗവാൻ ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്നുവെങ്കിൽ, പൂജിക്കപ്പെടുന്നുവെങ്കിൽ, ആ ഗണേശ ഭഗവാൻ ഒരു പ്രചോദനമാണ്. ഇതൊരു മിഥ്യയാണോ? ഇതൊരു ഫാക്റ്റ് ആണോ? യാഥാർത്ഥ്യമാണോ? പറയൂ നിങ്ങൾ. ഗണേശ ഭഗവാൻ ഒരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ഈ ഗണേശ ഭഗവാനെ പൂജിച്ചുകൊണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്നത്. ജീവിതം മുന്നോട്ടുള്ളതാണ്, മുന്നേറാനുള്ള. അതിനാണ് ഗുരുത്വമുള്ള ഒരു അച്ഛനും അമ്മയും ഉണ്ടാവണം. ആരുണ്ടാവണം? ഗുരുത്വമുള്ളൊരു അച്ഛൻ. ഇന്ന് നമ്മുടെ കഷ്ടകാലം എന്ന് പറയാലോ, അങ്ങനെയുള്ള അച്ഛനമ്മമാരുള്ള വീട് വളരെ കുറവായിപ്പോയി. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയല്ല ആളുകൾ ഉണ്ടാവുക. അതിനൊരു പ്രചോദനം കൊടുക്കാൻ, പ്രേരണ കൊടുക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. ദാരിദ്ര്യവും കഷ്ടകാലവും ബുദ്ധിമുട്ടും പറഞ്ഞ് വീട്ടിലിരിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് പറഞ്ഞിരിക്കുന്നു അത് തന്നെ സംഭവിക്കും. യത് ഭാവയതി തദേവ ഭവതി. നിങ്ങൾ ദാരിദ്ര്യവും കഷ്ടകാലം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് തന്നെ എന്നും രക്ഷപ്പെടാൻ പറ്റില്ലേ നിങ്ങൾക്ക്? നേരെ മറിച്ച് നിങ്ങൾക്ക് ആ ഊർജത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ, പ്രേയസിന്റെ മാർഗത്തിൽ നിന്നും ശ്രേയസിന്റെ മാർഗത്തിലേക്ക് ഒന്ന് പടി കയറാൻ സാധിച്ചാൽ, നിങ്ങൾ നോക്കൂ, ദരിദ്രനായ കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുന്നു. ആ ഒരു തീരുമാനം എടുക്കുന്നതോടുകൂടി തന്നെ ദാരിദ്ര്യം മാറുന്നു. ഇത് തന്നെയാണ് നിങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത്. എൻ്റെ കുട്ടികളെയും കൊണ്ട് ഞാൻ ഡെയിലി ഞാൻ എവിടെ പോവും? അമ്പലത്തിൽ പോകും. ആ സംസ്കാരം രൂപപ്പെടുത്തി നോക്കൂ. ക്രമേണ ക്രമേണ ദാരിദ്ര്യത്തിന്റെയും ദുരിതത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ശക്തി, ഏതോ ഒരു ശക്തി നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകും. ഇതൊരു സയൻസാണ്, ഇതൊരു ശാസ്ത്രമാണ്. ഇരുട്ട് പോവണമെങ്കിൽ വെളിച്ചം വേണ്ടേ? അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. മനസ്സിലാക്കൂ നിങ്ങൾ. എന്താ അർത്ഥം? തമസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇരുട്ട്. ജ്യോതിർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെളിച്ചം. അപ്പൊ തമസ് പോണമെങ്കിൽ, ഇരുട്ട് പോണെങ്കിൽ എന്ത് വേണം? വെളിച്ചം വേണം. ഉള്ളിലുള്ള ദാരിദ്ര്യത്തിന്റെ
ദുഃഖങ്ങളുടെ, വിഷമങ്ങളുടെ, കഷ്ടകാലങ്ങളുടെ, തടസ്സങ്ങളുടെ ഇരുട്ട് മാറണമെങ്കിൽ ദൈവീകമായ അനുഗ്രഹത്തിന്റെ വെളിച്ചം എവിടെ കയറണം? എവിടെ കയറണം? നിങ്ങൾ ആ ഇരുട്ടത്ത് തന്നെ ജീവിച്ചിട്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥന നടത്തിയിട്ടും ഉറക്കെ പറയൂ, നിങ്ങള് ഒരു കാര്യമില്ല. അതുകൊണ്ടാ ദാരിദ്ര്യം തീരാത്തത്, അതുകൊണ്ടാ കഷ്ടകാലം മാറാത്തത്. ഇത് ഞാൻ പറയുന്ന വാക്കല്ല. കൃഷ്ണൻ ഗീതയിൽ പറയും, ഏ യഥാമം പ്രപദ്യന്തേ താംസ്തദൈവ ഭജാമ്യഹം മമ വർത്തമാനവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ഹേ അർജുന, ഏതൊരു വ്യക്തിയാണോ ഭക്തിയോടുകൂടി ഈ ഒരു സംസ്കൃതി യഥാ പ്രപദ്യന്തേ പ്രപദ്യന്തേ പദം, പടികൾ, സ്റ്റെപ്പുകൾ ആരാണോ മുന്നോട്ട് വെക്കുന്നത്, അതുപോലെ ഞാൻ തഥാ അഹം അനുഗ്രഹം. എങ്ങനെ നിങ്ങൾ അടുപ്പം വെക്കുന്നു അതിനനുസരിച്ച് ഞാൻ അവരെ അവർക്ക് പറയൂ, നിങ്ങൾ അനുഗ്രഹിക്കും. അപ്പൊ ഈശ്വരാനുഗ്രഹം വേണ്ടേ? ഒരു ദൈവാനുഗ്രഹം വേണ്ടേ? വേണോ വേണ്ടയോ? അതുകൊണ്ട് ദയവ് വിചാരിച്ച് കുട്ടികളെ വഴിതെറ്റിക്കരുതേ. കാലത്തെണീറ്റ് ശീലിപ്പിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല. കാരണം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ഉള്ളിൽ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. നമുക്ക് മുന്നേറണമെങ്കിൽ, മുന്നിൽ നടക്കണമെങ്കിൽ അതിനുള്ളൊരു ശക്തിയും പ്രചോദനവും ഊർജവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, കാലത്തെണീറ്റ് ക്ഷേത്രത്തിൽ പോകുന്നൊരു സംസ്കാരം നമ്മൾ തുടങ്ങി വെച്ചാൽ, കാലത്തെണീറ്റ് ക്ഷേത്രത്തിൽ പോയി ഗണപതി ഭഗവാന്റെ മുന്നിൽ പോയി ഏത്തമിടുന്നൊരു പരിപാടി ഉണ്ടോ? ഇന്ന് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബുകളൊക്കെ ചെക്ക് ചെയ്തോ. ഞാൻ എന്ത് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തോക്കാം. അമേരിക്കയില് ഓട്ടിസം ബാധിച്ച കുട്ടികളില് തുടങ്ങിയിട്ടുള്ള ആളുകളില് അവർ റിസർച്ച് ചെയ്തു എങ്ങനെയാണ് ഇവരുടെ ബ്രെയിൻ ആക്റ്റീവ് ആക്കുക. പ്രത്യേകിച്ച് ചില സം ഓഫ് ദ ഓട്ടിസത്തിന്റെ ചില ഭാഗങ്ങള് ഇറ്റ്സ് സോ ഭയങ്കര വയലൻസ് ഉള്ള ഓട്ടിസാണ്. കുട്ടികൾ അടങ്ങിയിരിക്കില്ല, ഭയങ്കരമായിട്ട് ആക്രമിക്കും, കടിച്ചു കീറുക, അങ്ങനെയൊക്കെ കണ്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള? ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പൊ പാരന്റ്സ് എന്ത് ചോദിച്ചാല് ഇവരെ അങ്ങനെയുള്ള ഹോമുകളിൽ കൊണ്ടുപോയിടും. കാരണം കുട്ടികളെ വീട്ടിൽ നിർത്തിയാൽ പല്ലി തകർത്ത് പൊടിച്ചു കളയും ഇവരൊക്കെ. അപ്പൊ അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, ഇതിനവർ പറയുന്നത് സൂപ്പർ ബ്രെയിൻ യോഗ. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, സൂപ്പർ ബ്രെയിൻ യോഗ. ഈ കുട്ടികൾക്ക് അവർ ട്രെയിനിങ് കൊടുത്താൽ എന്താ സൂപ്പർ ബ്രെയിൻ യോഗ എന്നറിയോ? കാത് പിടിച്ച് താഴോട്ട് കുനിയുകയും മുകളിലേക്ക് ഉയരും, താഴെ കുനിഞ്ഞ് മുകളിലേക്ക് ഉയരുന്ന യോഗയുടെ പേരാണ് പറയൂ, സൂപ്പർ ബ്രെയിൻ. ഇത് ഞാൻ പേരിട്ടതല്ല, അമേരിക്കയിലെ വളരെ റിസർച്ച് ചെയ്യുന്ന, ഇക്കാര്യത്തിൽ പഠനം നടത്തിയ സയന്റിസ്റ്റുകൾ കൊടുത്ത പേരാണ് എന്ത്? സൂപ്പർ ബ്രെയിൻ യോഗ. എന്നാൽ ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അഭിമാനത്തോടുകൂടി നമ്മൾ പറയണ്ടേ, ഈ സംസ്കൃതിയുടെ നാടായിരുന്നു നമ്മുടെ നാട്. കാലത്തെണീറ്റ് അമ്പലത്തിൽ പോയി ഗണപതി ഭഗവാന്റെ മുന്നിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ പണ്ടൊക്കെ? ഈ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ലേ? ഗണപതി ഭഗവാന്റെ മുന്നിൽ പോയി ഏത്തം ഡെയിലി നിങ്ങൾ ഏത്തട്ട് നോക്കൂ, നിങ്ങൾക്ക് സ്ട്രോക്ക് എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ വരും. അത്ര പവർഫുൾ ആണ് ഈ ഏത്തമിടുക എന്നുള്ളത്. മനസ്സിലാവുണ്ടല്ലോ? അതൊരു വലിയ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതാണ്. അത് ക്ഷേത്ര സന്നിധിയിൽ കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ശക്തിയും ചൈതന്യവും വളരെ ഒക്കെ പറയൂ കൂടുതലായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എല്ലാ സമ്പത്തും നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടില്ല. നമ്മൾ ആരും ഇത് പഠിക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാം രാവിലെയും ട്യൂഷൻ, വൈകുന്നേരവും ട്യൂഷൻ, കുട്ടികൾ കുറേ വൈകി എണീക്കുക. ഇനിയിപ്പോ ഓണാഘോഷമാണ്, ഒക്കെ വൈകി എണീക്കുക ആണോ? എന്തെങ്കിലും ഒരു അമ്പലത്തിൽ പോവുക, അതിനൊരു 8 മണി 9 മണിക്കൊക്കെയാണ് പോവുക ആണോ? ഞാൻ സത്യസന്ധമായി പറയാണ്, ഒരു കാര്യമില്ല, വെറുതെ പോവാം. എന്നാൽ കാലത്തെണീറ്റ് നിങ്ങളൊരു 6 മണി സമയത്തൊക്കെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ ബ്രെയിനകത്തുള്ള പ്രധാന നാഡിയാണ് സരസ്വതി നാഡി, അതാണ് ഓർമ്മശക്തിയുടെ നാഡി. അതുപോലെ തന്നെ ഈ ബ്രെയിനകത്തുള്ള പല നാഡികളെ കുറിച്ചും ഇന്ന് വലിയ റിസർച്ച് നടക്കുകയാണ്. എവിടെ നിന്നാണ് കോൺഫിഡൻസ് വരുന്നത്? ബ്രെയിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് മെമ്മറി വരുന്നത്? ബ്രെയിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ഇന്റലിജൻസ് വരുന്നത്? ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെ വലിയ ന്യൂറോ സയൻസിസ്റ്റ്
പഠനം നടത്തുകയാണ്. ഒന്നവര് മനസ്സിലാക്കിയത്, കാലത്തെണീറ്റ് ആരാണോ ചില യോഗകളൊക്കെ ചെയ്യുന്നത്, ഇവരിൽ കോൺഫിഡൻസും അതുപോലെ തന്നെ ഓർമ്മശക്തിയും അതുപോലെ തന്നെ പല കാര്യത്തെ തിരിച്ചറിവും പലതിനും നേതൃത്വം കൊടുക്കാനുള്ള കഴിവും വളരെയധികം കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പൊ കാലത്തെണീറ്റ് ക്ഷേത്രങ്ങളിൽ പോയി ഗണപതി ഭഗവാന്റെ മുന്നിൽ പോയി എന്ത് ചെയ്യണം? ഉറക്കെ പറയൂ. ഏത്തമിടുന്ന ഒരു സംസ്കാരമൊക്കെ നമ്മൾ തുടങ്ങി വെക്കുക. ഈ നാടിനെ രക്ഷപ്പെടുത്തണ്ടേ? വേണോ വേണ്ടയോ? ദാരിദ്ര്യം മാറ്റണ്ടേ? കഷ്ടകാലങ്ങൾ മാറ്റണ്ടേ? വേണോ? അതിന് ഇതല്ലാതെ വേറൊരു വഴിയില്ലേ? നിങ്ങൾ നോക്കൂ, ഇത്രയും കാലം നിങ്ങൾ നോക്കിയില്ലേ? ഗവൺമെന്റിനെ കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? പറയൂ നിങ്ങൾ. ഈ രാഷ്ട്രീയക്കാരെന്തെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഒരു അധികാരത്തിൽ കയറിയത്. ഇപ്പോഴത്തെ ഓണത്തിന് കിറ്റ് കൊടുക്കണം, അത് തന്നെ കടം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ്. മനസ്സിലായില്ലേ? ഇവിടുത്തെ പൈസ എടുത്തിട്ടല്ല കിറ്റ് തരാൻ പോണത്, ഒക്കെ പുറത്തു നിന്നുള്ള പണം കൊണ്ടുപോട്ടെ. ആണോ അല്ലയോ? ഇതാണ് നമ്മൾ വലിയ ആഘോഷമായിട്ട് പറയുന്നത്. ഒരു വശത്ത് ദാരിദ്ര്യവും വേറൊരു വശത്ത് ഗമമറിയുക, വേറൊരു വശത്ത് നമ്മള് കൊട്ടിഘോഷിക്കുക, അല്ലേ? ആണോ? ദാരിദ്ര്യം ഒരു ഭാഗത്ത് കടം വാങ്ങിച്ച് ഇവിടെ നല്ല തളികയിൽ എന്താണ് പറയാ, ഭക്ഷണം ആവോളം കഴിച്ചിട്ട് നന്നായിട്ടുണ്ട്. അപ്പുറത്ത് മുഴുവൻ ഈ പൈസ എവിടുന്നാ വന്നത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഈ കേരളം കടം വാങ്ങിച്ചിട്ടാണോ ജീവിക്കുന്നത്? കേട്ടിട്ടില്ലേ ഇതൊന്നും? കടം മേടിച്ചിട്ടാണോ ജീവിക്കുന്നത്? കടം വാങ്ങിച്ചു കൊണ്ടുവന്ന കിറ്റ് കൊണ്ട് കിട്ടുന്ന ഓണമാണോ ഓണം? ഞാൻ ആരെയും കുറ്റം പറയില്ല. എന്തുകൊണ്ട്? ഒരു ദൈവീകതയില്ലാത്ത മണ്ണാക്കി ഈ നാടിനെ മാറ്റിക്കളഞ്ഞു. ഇത് മാറ്റണ്ടേ? വേണോ വേണ്ടയോ? നമ്മുടെ ഹിന്ദു സമൂഹം ഒന്ന് ഉണർന്ന് കാലത്തമ്പലത്തിലൊക്കെ ഒന്ന് പോകുന്നവരായി മാറി കുറച്ച് നിങ്ങളൊന്ന് മെനക്കെട്ടാൽ ദാരിദ്ര്യത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മാറാം. ഗണപതി ഭഗവാന്റെ മറ്റൊരു പേരാണ് വിഘ്നേശ്വരൻ. ആരാണ്? സകല വിഘ്നങ്ങളിൽ നിന്നും നമ്മളെ ഉണർത്തുന്നവൻ. എന്താ വിഘ്നം എന്നറിയോ? എവിടെയാണ് ഈ വിഘ്നം എന്നറിയോ? പുറത്തല്ല വിഘ്നങ്ങള്. വിഘ്നങ്ങളൊക്കെ ഉള്ളിലാണ്. ശ്രദ്ധിക്കൂ, ഇന്ന് സയൻസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ് ആ സയൻസും ആത്മീയതയും ചേർത്ത് പഠിക്കേണ്ടത്. സയൻസ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, യൂണിവേഴ്സ് എന്ന് പറയുന്നത് ആകർഷണ ശക്തിയിൽ നിൽക്കുന്നതാണ്. എന്തിലാണ്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഭൂമിയുടെ എന്തായാലും പറയാ, ഭൂമിയിലേക്ക് എല്ലാം ആകർഷിക്കുന്നതിന് കാരണം അതിനെന്ത് ശക്തി എന്നാ പറയാ? കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. എന്ത് ശക്തി എന്നാ പറയാ? അവർക്ക് പറയൂ. ഭൂഗുരുത്വ ആകർഷണ ശക്തി. അങ്ങനെയല്ലേ? ആണോ അല്ലയോ? ഈ പ്രപഞ്ചം നിൽക്കുന്നത് മുഴുവൻ ഏതിലാണ്? ആകർഷണ ശക്തിയിലാണ്. ഏതിലാണ്? ഇനി നോക്കൂ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കൂ നിങ്ങൾ. സ്നേഹബന്ധം എന്നതൊരു ആകർഷണമല്ലേ? ആണോ അല്ലയോ? വെറുപ്പ് വന്നാൽ ആകർഷണമെല്ലാം പോയി, പിന്നെ നമ്മൾ വെറുത്തു ആളെ. ആണോ? ജീവിതത്തോട് തന്നെ, ജീവിതം നിലനിൽക്കുന്നതിന് ഒരു ആകർഷണമാണ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ആകർഷണമുണ്ട്. എന്നാൽ എന്നും കഷ്ടകാലം ബുദ്ധിമുട്ടും പ്രയാസങ്ങളാണെങ്കിൽ നമുക്ക് നമ്മളോട് വെറുപ്പ് വരുമ്പോഴാണ് ഒരാള് എന്ത് ചിന്തിക്കുന്നത്? അവനവനെ വെറുക്കുന്നതിന്റെ പേരാണ് ആത്മഹത്യ. ആണോ? ആണോ അല്ലയോ? അപ്പൊ അവനവനൊരു ആകർഷണമുണ്ട്. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ ഉള്ളിൽ അലസതയും അവശതയും എന്നും ഈ കഷ്ടകാലം പറയലും ചിന്തിക്കലും തന്നെയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് കഷ്ടകാലങ്ങളെ തന്നെ എന്ത് ചെയ്യും? ആകർഷിച്ചു കൊണ്ടിരിക്കും. കഷ്ടകാലങ്ങളെ തന്നെ അത് ഓർത്ത് പറഞ്ഞോളൂ. ഇത് നിങ്ങൾ ആവർത്തിക്കണം. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. ഒന്ന് പറയൂ. ഞാൻ പറഞ്ഞത് മാറ്റി പറഞ്ഞതാണ്. യഥാ സൃഷ്ടി സദാ ദൃഷ്ടി എന്നല്ല, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. ഒന്ന് പറയൂ. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. ഒന്ന് പറയൂ. എപ്രകാരമാണോ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ദൃഷ്ടി പറഞ്ഞാൽ കാഴ്ചപ്പാട്, വിലയിരുത്തലുകൾ, അതുപോലെ നിങ്ങളുടെ ജീവിത സൃഷ്ടി നടക്കും. ആരാണ് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നത്?
എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ ജീവിതം വ്യത്യസ്തമാണ്. ആണോ? ചിലവർ അടിച്ചടിച്ച് ഉയർന്ന് രക്ഷപ്പെട്ടു പോകണം. ഉണ്ടോ ഇല്ലയോ? പറയൂ നിങ്ങൾ. ചിലവർ വഴിതെറ്റി പോകണു, ചിലവർ ദുരിതങ്ങളിൽ പെട്ടു പോകണു. ആരാണ് അങ്ങനെ ദുരിതത്തിന്റെ സൃഷ്ടി ഉണ്ടാക്കിയത്? എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ള ദൃഷ്ടി, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ ഏതാ മാറ്റേണ്ടത്? എൻ്റെ ജീവിതം നന്നായി തരണമെന്ന് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? അതോ നമ്മുടെ ദൃഷ്ടി മാറ്റാൻ പ്രയത്നിക്കുകയാണോ വേണ്ടത്? പറയൂ, ഏതാ വേണ്ടത്? നമ്മുടെ ദൃഷ്ടി മാറുമ്പോൾ ഏത് മാറി? സൃഷ്ടിയും മാറി. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. പറയൂ. നിങ്ങളുടെ ദൃഷ്ടി മാറാത്തോടത്തോളം കാലം, ദൃഷ്ടി പറഞ്ഞാൽ എന്താണ്? കാഴ്ച എന്നല്ല അർത്ഥം. കണ്ണിനെ മാറ്റാൻ പറ്റുമോ? ഉള്ളിലുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. നിങ്ങൾ അലസത ജീവിച്ചാൽ, അവശത ജീവിച്ചാൽ, നിങ്ങൾ ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ചിന്തിച്ചാൽ അതാണ് നിങ്ങളുടെ ദൃഷ്ടി. അപ്പൊ ജീവിതവും എങ്ങനെ വരും? ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എന്നും വരും. നേരെ മറിച്ച് നിങ്ങൾ രാവിലെ എണീക്കണു, അമ്പലത്തിൽ പോകണം എന്ന് ചിന്തിക്കുന്നു, അപ്പം തന്നെ ദൃഷ്ടി മാറിയോ? മാറിയോ ഇല്ലയോ? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങളുടെ സൃഷ്ടിയും മാറി. ദൃഷ്ടി മാറാതെ ഏത് മാറില്ല? ദൃഷ്ടി മാറാതെ ഏത് മാറില്ല? സൃഷ്ടി മാറില്ല. മാറ്റണ്ടേ? നല്ല ജീവിതം വേണ്ടേ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഇന്ന് മുതൽ നിങ്ങളൊരു ജീവിതത്തിന്റെ മാറ്റത്താണ്. തയ്യാറാണോ? വേണോ വേണ്ടയോ? നന്നാവണ്ടേ? നമ്മൾ എന്തുകൊണ്ടാണ് പുറകോട്ടായി പോയത്? നമ്മുടെ ദൃഷ്ടി ശരിയല്ല. എന്നാ ദൃഷ്ടിയില്ലേ? വേണ്ടാത്തതൊക്കെ ഉണ്ട്. കണ്ടവരുടെ ഒക്കെ വേണ്ടാത്തതൊക്കെ ചിന്തിക്കുക, അവനവന്റെ ദാരിദ്ര്യവും ദുഃഖവും വിഷമവും പറഞ്ഞ് ഇരിക്കുക. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങളുടെ ദൃഷ്ടി ഒന്ന് ദൈവീകമായാൽ ഭഗവാൻ അങ്ങനെ എന്ത് ചെയ്യും? അങ്ങോട്ട് ഉയർത്തി മാറ്റിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയില്ല എവിടെയാണ് നമ്മളെ ഭഗവാൻ കൊണ്ട് ഉറക്കെ പറയൂ എത്തിക്കുന്നത് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഒരു അനുഗ്രഹത്തിന്റെ തരി മതി. നിങ്ങൾ നോക്കൂ, കടലിലെ വെള്ളം, എത്രമാത്രം വെള്ളമുണ്ട്. അതിൽ ഒരു തുള്ളി വെള്ളമാണ് ഒരു ഓയിസ്ചർ എന്ന് പറയുന്നത്. വെച്ചാൽ നിങ്ങൾ ചിപ്പ് കിട്ടില്ലേ, പവിഴന്ന് കിട്ടില്ലേ, പവിഴം. ഈ ഓയിസ്ചറിന്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളം കടന്നു ചെന്നാൽ അതാണ് ഏറ്റവും വിലപിടിച്ച ഒരു പവിഴമായി മാറുന്നത്. ഞാൻ ഒരിക്കലും വിദേശ രാജ്യത്തിൽ പോയപ്പം ഒരൊറ്റ പവിഴത്തിന്, ഒരൊറ്റ പവിഴം, അതിന് നമ്മൾ പേൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്താണ് അതിന്റെ വില? എത്ര അറിയോ? ഞാൻ അന്ന് അവിടെ ചെന്ന് കാണുന്ന സമയത്ത് അത് അവര് വെച്ചിരിക്കുകയാണ്. അതിന്റെ വില ഏറെക്കുറെ ഒരു $450. എത്ര? $450. $450 എന്ന് പറഞ്ഞാൽ എത്ര ആയിരങ്ങളായി എന്നറിയും നിങ്ങൾക്ക്? ഒരു 30,000 40,000 രൂപയുടെ. പിന്നെയും ഉണ്ട് വില പിടിച്ച പല പേളുകളും. മനസ്സിലായില്ലേ? ഒരു ചെറിയ പേൾ മാലയ്ക്ക് $2,000 $3,000 ഒരു തുള്ളി വെള്ളം ചെന്നാണ്. പക്ഷെ അത് ഏറ്റവും വില പിടിക്കാൻ സാധ്യതയുള്ള ഒരു ഓയിസ്ചറിന്റെ ഉള്ളിലാണ്. കാരണം ആ പേളിന് ചില പ്രത്യേകതകളുണ്ട്. ആ തുള്ളി വെള്ളം അങ്ങനെ അത് കൺവേർട്ടഡ് ആവും. ഇതുപോലെയാണ് മനുഷ്യ ജീവിതം. എവിടെയെങ്കിലും ഒരു ഈശ്വരാനുഗ്രഹത്തിന്റെ തുള്ളി പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പാമ്പിന്റെ വായിലും വെള്ളം തന്നെയാണ് വരുന്നത്. പാമ്പും കുടിക്കുന്നത് വെള്ളമാണ്. പക്ഷെ അതെങ്ങനെയാ പുറത്തു വരുന്നത്? മിണ്ടണില്ല നിങ്ങൾ. പാമ്പും കുടിക്കുന്നത് വെള്ളമാണ്. പക്ഷെ അതെങ്ങനെയാ വരുന്നത്? വിഷമായിട്ടാണ്. ഇതുപോലെയാണ് ചില ആളുകൾ. ചിലവര് പാമ്പിന്റെ വംശത്തിൽപ്പെട്ടവരാണ്, ചിലവര് പേളിന്റെ വംശത്തിൽ, അതായത് അതിനെ പറയാ ഓയിസ്ചർ, കക്ക എന്ന് പറയും, അതിന്റെ വർഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിലപിടിച്ച ജീവിതമാണ്. രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയാൽ ഏതുപോലെയാവാം? വിലപിടിച്ച മൂല്യമുള്ള പവിഴങ്ങളാവാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കടന്നുറങ്ങിയാലോ? ആ കിടപ്പ് തന്നെ ഏതുപോലെയാ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഏതുപോലെയാണ്? മക്കളെ നിങ്ങൾ പാമ്പ് പോലെ ആക്കരുത്. മനസ്സിലായില്ലേ? അത് ധാരാളം നമ്മുടെ ബീവറേജുകാർ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളും കൂടി അവരെ പാമ്പുകളാക്കരുത്. കാലത്തെണീപ്പിച്ച് എവിടെ കൊണ്ടുവരണം?
എവിടെ കൊണ്ടുവരണം? ക്ഷേത്രങ്ങൾ. ഞാനിത് പറഞ്ഞാലും നിങ്ങൾക്ക് ഏൽക്കില്ല. കാരണം എന്താ അറിയോ? കുറേ കാലമായി ഹിന്ദു ഒരു വലിയ അവശതയിലാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് ജാംബവാന്റെ ജോലിയാണ്. ആരാണ് ജാംബവാൻ? രാമായണത്തിൽ ജാംബവാൻ എന്നൊരു കഥാപാത്രമുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് അവിടെ കാണാം. സീതാന്വേഷണത്തിന് വേണ്ടി പോകുന്ന വാനരന്മാര്. ഹനുമാൻ സ്വാമിയുണ്ട്, അങ്കദനുണ്ട്, നളൻ, നീലൻ തുടങ്ങിയ അനവധി പേര്. ഇവരെല്ലാവരും രാമേശ്വരം കടൽ തീരത്ത് കടൽ കണ്ടുകൊണ്ട് ഇത്രയും ആഴവും പരപ്പും മറ്റവും കാണാത്തൊരു കടൽ കണ്ട് ഇത് കർത്തവ്യ മൂഢരായി ഈ കടൽ കടന്ന് എങ്ങനെ നമ്മൾ സീതയെ കണ്ടെത്തും? ഒരു ഉത്തരം കിട്ടുന്നില്ല. സമ്പാദിയാണെങ്കിൽ പറയുന്നു, ഈ കടൽ കടന്നാൽ അക്കരെ രാവണന്റെ അശോകവനിയുണ്ട്, അവിടെ ശംശിക വൃക്ഷച്ചുവട്ടിൽ ആരുണ്ട്? സീതാദേവിയുണ്ട്. പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? ആര് കടൽ കിടക്കും? ഓരോരുത്തർ വീമ്പ് പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, എൻ്റെ കൂടെ വേറൊരുത്തരും കൂടി ചാടിക്കോട്ടെ. അതെന്തിനാ? ഞാൻ വഴിയിലെങ്ങാനും കടലിൽ വീണ എന്നെ തിരിച്ചു കൊണ്ടുവരാമല്ലോ. നിങ്ങൾ വായിച്ചിട്ടില്ലേ രാമായണം? ഇല്ലേ? ഒരുത്തൻ പറയുന്നു 50 യോജന ചാടാം, ഒരുത്തൻ പറഞ്ഞു 20 യോജന ചാടാം. അങ്ങനെയൊക്കെയല്ലേ പറയണത്? ഒരാളും ചാടാൻ കഴിവുള്ളവരുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? അപ്പോഴാണ് ജാംബവാൻ ചെന്ന് ഹനുമാൻ സ്വാമിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറയണത്, നീ ആരുടെ പുത്രനാണെന്ന് മറക്കരുത്, വായുപുത്രനാണെന്ന് മറക്കരുത്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നീ 300 യോജനയോളം ചാടിയവനാണ്, മറക്കരുത്. ശ്രീരാമസ്വാമി അങ്കുലി എന്തെന്ന് അനുഗ്രഹിച്ചത് നിന്നെയാണെന്ന് മറക്കരുത്. ഈ ദൗത്യത്തിനുള്ള സകല ശക്തിയും കഴിവും ആരിലുണ്ട്? നിന്റെ ഉള്ളിലുണ്ട്. ഇതൊന്ന് തട്ടി ഉണർത്തിയപ്പോൾ ഹനുമാനത ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പറന്നുയരുന്നു, ഇല്ലേ? ആണോ? അങ്ങനെ ലങ്കയിലെത്തി സീതാദേവി കണ്ട് തിരിച്ചു വന്ന് കണ്ടേൻ സീതയെ ഞാൻ എന്ന് പറയുമ്പോൾ ഈ കഥയിൽ നിന്നും ഉൾക്കൊള്ളേണ്ട കാര്യം എന്താണ്? നമ്മളിലെല്ലാം അങ്ങനെയുള്ളൊരു കഴിവുണ്ടെങ്കിലും ദൈവീകമായൊരു തട്ടലില്ലെങ്കിൽ അതെല്ലാം ഉറങ്ങി, അതെല്ലാം അവശമാക്കി എന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദൃഷ്ടി ഉറപ്പിച്ച് അത് തന്നെ സൃഷ്ടിയാക്കി അതപ്പതിച്ച് ജീവിക്കാൻ ആര് തീരുമാനിക്കണം? ഈ മാറ്റം വരുത്തേണ്ടത് ആര് തീരുമാനിക്കണം? നിങ്ങൾ തീരുമാനിക്കണം. ജീവിതം മുഴുവൻ മാറ്റത്തിൻ്റെതാവണമെങ്കിൽ അതിന് മാറ്റമുണ്ടാക്കുന്ന ചില സംസ്കാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. താനെ മാറ്റമുണ്ടാവില്ല. ഒരു ദൈവത്തിനും എൻ്റെ ജീവിതം മാറ്റം വരുത്താൻ പറ്റില്ല. ഗണേശ ഭഗവാൻ അതാണ് പറയുന്നത്, അവനവന്റെ ജീവിതത്തെ മാറ്റം വരുത്താൻ തും പ്രത്യക്ഷം ബ്രഹ്മമയം, തും പ്രത്യക്ഷം ബ്രഹ്മാസി. നിങ്ങൾ ഉപനിഷത്തുക്കളൊക്കെ നോക്കുമ്പോൾ ഗണപതി ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്ന ഗംഭീരമായ വർണ്ണനകളുണ്ട്. അവിടുന്ന് പ്രത്യക്ഷമായ ബ്രഹ്മസ്വരൂപനാണ്. തും ആനന്ദമയോസി, തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വർണ്ണനകൾ അത്ഭുതകരമാണ്. മനസ്സിലാവുണ്ടോ? ഗണേശ ഭഗവാൻ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു പാഠമുണ്ട്. ഗണേശ ഭഗവാന്റെ രൂപത്തിനെ വിളിക്കുക പ്രണവരൂപം എന്നാ വിളിക്കുക. എന്താണ്? അവർക്ക് പറയൂ, പ്രണയരൂപല്ല. അതേ അറിയുള്ളൂ മലയാളികൾക്ക്. ഏത് രൂപമാണ്? പ്രണവരൂപം. നമ്മളിപ്പോ പ്രണയത്തിലാണ് മൊബൈലായിട്ട്, അത് തോണ്ടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. മനസ്സിലായില്ലേ? പ്രണവരൂപം എന്താണ്? എന്താ പ്രണവരൂപം എന്ന് പറഞ്ഞാൽ? പ്രണവം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രണവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓങ്കാരാദി മന്ത്രങ്ങളാണ്. ഓങ്കാര സ്വരൂപനാണ് ഗണപതി. അതുകൊണ്ടാണ് ഗണപതിയുടെ ആ രൂപത്തിനെ പ്രണവസ്വരൂപം എന്ന് പറയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? മന്ത്രോപാസനകൾ വേണം. എന്ത് വേണം? ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് നാമജപം ജപിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് പറയുമ്പോണ്ടല്ലോ സമയം നമുക്ക് പോരാ. കാരണം ഇതൊരു സയൻസ് ആണ്. ഞാൻ നാമം ജപിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന, നേരത്തെ പറഞ്ഞില്ലേ ഒരു ആകർഷണം എന്നൊരു വാക്ക് പറഞ്ഞില്ലേ, ഒരു നെഗറ്റീവ് ആകർഷണത്തിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സിനെ ഒരു പോസിറ്റീവ് ആകർഷണത്തിലേക്ക് നാമജപത്തിന്റെ സ്പന്ദനം കൊണ്ട് മാറ്റിയെടുക്കുമ്പോൾ എനിക്ക് ദൈവീക അനുഗ്രഹത്തിന്റെ ശക്തി കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് എത്ര കണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നാമം ജപിക്കുന്നുണ്ടോ അത്ര നിങ്ങളിൽ ദൈവീക അനുഗ്രഹത്തിന്റെ ശക്തിയും കൂടിക്കൂടി വരും. ഇന്ന് നമ്മുടെ ഹിന്ദുക്കളുടെ രണ്ടാമത്തെ ഒരു 3 ശാപമാണ് നമുക്ക്.
ഒന്ന് രാവിലെ എണീക്കില്ല, രണ്ട് ക്ഷേത്രത്തിൽ പോകുന്നൊരു സംസ്കാരമില്ല, പിന്നെ നാമജപം എന്നൊരു സംസ്കാരവും. എവിടെ നന്നാവാനാണ് നിങ്ങൾ പറയൂ? ഒരു ദൈവം വിചാരിച്ചാലും നമ്മളെ നന്നാക്കാൻ പറ്റില്ല. നാമജപമില്ലാതെ മനസ്സിന്റെ എനർജി ഫീൽഡ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പൂന്താനം നമ്മളോട് പറഞ്ഞത്, ഗുരുനാഥൻ തൂണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരണം. കഷ്ടം, പല അച്ഛനമ്മമാർക്കും ഈ ബോധമേ ഇല്ല. കുട്ടികൾക്ക് മുന്നിൽ ഒരു ഗുരുവായി തീരണ്ടേ, മാതാപിതാ ഗുരുവായി തീരണ്ടേ. നാമം ജപിപ്പിക്കുന്ന അമ്മമാര് ഇന്ന് കുറഞ്ഞുപോയി. എത്ര പേര് മക്കളെ നാമം ജപിപ്പിക്കുന്നവരുണ്ട്? ഒന്ന് കൈപ്പൊക്കെ. സത്യമായിട്ട് വളരെ കുറഞ്ഞു. നിങ്ങൾ എന്താ പറയുന്നത്? ദാരിദ്ര്യം തീങ്ങുന്നാണ് നിങ്ങൾ പറയുന്നത്? ദാരിദ്ര്യം നിങ്ങൾക്ക് ജന്മം നീക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സ്വഭാവം അങ്ങനെ പോയി. മാറ്റിയെടുക്കണം. നാരായണ ഗുരുദേവൻ പറയും, മാറ്റുവിൻ ചട്ടങ്ങൾ. ഈ ചട്ടം വീടിന്റെ ചട്ടമല്ല മാറ്റാൻ പറഞ്ഞത്, ജീവിത രീതികൾ മാറ്റണം. ഇത് വേണം, നാമജപ സംസ്കാരങ്ങളൊക്കെ മാറ്റണം. മനസ്സിലായില്ലേ? അങ്ങനെ ദൈവികമായ നാമജപ സംസ്കാരം വാഴണം നിത്യം നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ വാഴണം സുഖം. ജയിക്കുക മഹാദേവ, ജയിക്കുക ദിനാപന എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ജയിക്കണം, നാമം ജയിക്കണം. എവിടെ ജയിക്കണം? മനസ്സിൽ ജയിക്കണം. മനസ്സിൽ നാമം ജയിക്കാതെ ജീവിതത്തിൽ ജയമില്ല. മനസ്സിൽ നാമം ജപിക്കണം, ജീവിതത്തിൽ ജീവിതം വിജയിക്കും. നാമം ജപിക്കാത്തൊരു മനസ്സിലും ഇന്ന് വരെ ജീവിതത്തിൽ വിജയം നേടിയിട്ടുണ്ട്. അതാണ് ആത്മഹത്യകൾ കൂടിപ്പോയത്. അതാണ് ജീവിതത്തിൽ പരാജയങ്ങൾ, എന്നും പ്രശ്നങ്ങൾ. ഇത് മാറ്റിയെടുക്കണ്ടേ നമുക്ക്? വേണോ വേണ്ടയോ? ദിവസവും കുട്ടികളെ കൊണ്ട് അമ്മമാരിരിക്കണം. വൈകുന്നേരമൊക്കെ TV ഓഫ് ചെയ്ത്, അതുപോലെ തന്നെ മൊബൈലൊക്കെ ഒരു ഭാഗത്ത് എടുത്തു വെച്ച്. ഇന്നലെ ഞാനൊരു ഇന്റർവ്യൂ കാണുമായിരുന്നു. ഒരു ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു സമ്പന്നായിട്ടുള്ള മൈക്രോസോഫ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബിൽ ഗേറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് സമയം എൻ്റെ മൊബൈലുകളൊക്കെ മാറ്റിവെച്ച് ഞാൻ അല്പനേരം ഇരുന്ന് സ്വസ്ഥമായി ധ്യാനിക്കുകയാണ് ഇപ്പോൾ. കാരണം എൻ്റെ മനസ്സിന് സ്വസ്ഥത കിട്ടുന്നില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ നോക്കൂ, വലിയ സമ്പന്നർ പോലും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കണ്ടെത്താൻ ഇതൊക്കെ മാറ്റിവെച്ച് കുറച്ച് തന്നിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുന്നു എങ്കിൽ, മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുണ്ടോ? ഇത് കുട്ടികളെ പരിശീലിപ്പിക്കണ്ടേ? നിങ്ങൾ വലിയ പാപം ചെയ്യരുത്. കുട്ടികളെ നാമം ചൊല്ലിക്കാതെ നിങ്ങൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടികളോട് ചെയ്യുന്ന മഹാപാപമാണ്. കുട്ടികളെ നാമം ചൊല്ലിപ്പിക്കാൻ തന്നെ അച്ഛനമ്മമാര് പരിശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടി, മനസ്സിലായി, നിങ്ങളോടുള്ള കടപ്പാടുള്ളവരായി മാറും. ഈ നാടുണ്ടല്ലോ, ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മം കൊണ്ട് പവിത്രമായ മണ്ണാണ്. ആണോ? ഈ ക്ഷേത്രത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ അമ്മയെയും കൂട്ടി വന്നിട്ടുണ്ട്. ഉണ്ടോ? ആ അമ്മ അവസാനം ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്, മകനൊന്ന് വന്നിരുന്നെങ്കിൽ, ആ മകനൊന്ന് കണ്ടിരുന്നെങ്കിൽ. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമികൾ അമ്മയുടെ മുന്നിലെത്തി വിഷ്ണു ഭുജംഗപ്രയാഗം ചൊല്ലിക്കൊണ്ട് അമ്മയെ അനുഗ്രഹിക്കുകയാണ്. അമ്മ ശ്വാസം വിട്ടു, അവസാന തന്തി ശ്വാസം വിട്ടു. ആ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയൊരു കൃതിയുണ്ട്, മാതൃപഞ്ചകം എന്ന്. ആ മാതൃപഞ്ചകത്തിൽ പറയും, അമ്മയോടുള്ള കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഓരോ ദിവസവും അമ്മ പറയും, എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് എൻ്റെ അമ്മ പറയും, എന്താ പറയാ? ഓരോ ദിവസവും പുത്രനെ ഓർത്തുകൊണ്ട് അമ്മ പറയാണ്, നീ നിന്റെ ജീവിതത്തിൽ ഹേ കൃഷ്ണ, ഗോവിന്ദ, മുകുന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറയാണ്, നീ രാജാവായി തീരണം, നീ മഹാനായി തീരണം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മയെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും ഒരു സംസ്കാരം എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? അമ്മയാണ്. നീ ഭാഗവതത്തിൽ നിനക്ക്
മറ്റൊരു കഥയുണ്ട്, സുനീതി എന്ന് പറയുന്ന ഒരു അമ്മയുടെ കഥ. ധ്രുവൻ എന്ന് പറയുന്ന ഒരു പുത്രൻ അവസാനം അമ്മയുടെ ഒരു കാലശേഷം ഓർക്കുകയാണ്, അമ്മയെ ഓർത്തുകൊണ്ട് പറയാണ്, എൻ്റെ ജീവിതത്തിൽ വല്ലതും എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുലം പവിത്രം ജനനി കൃതാർത്ഥ വസുന്ധര പുണ്യവതി എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ കുലം പവിത്രമാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം ധന്യമാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജനനി, എൻ്റെ അമ്മ, അവരെനിക്ക് വഴികാട്ടിയായിരുന്നു. ഇന്ന് നമുക്ക് വഴികാട്ടികളല്ല, ഇന്ന് ഉള്ള വഴി മുടക്കികളായിട്ടുള്ള അമ്മമാരാ ഉള്ളത് വീട്ടില്. മനസ്സിലായില്ലേ? നിങ്ങളോടൊക്കെ ഇനി കൈകുപ്പിക്കൊണ്ട് പറയാനുള്ളത്, ഈ ഗണേശോത്സവം നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാറ്റത്തിന്റെ ഉത്സവമായി മാറണം. വേണോ? ഗണപതിയുടെ രൂപം നോക്കിക്കൊണ്ട് പറയണം, തല, ആനയുടെ തല മുന്നിൽ നടക്കാനുള്ള പ്രചോദനമാണ്. ഗണപതിയുടെ ഉടൽ നോക്കിക്കൊണ്ട് പറയണം, നാമജപത്തിന്റെ ഉടലാണ്. നിങ്ങൾ നോക്കൂ, ഗണപതി ഭഗവാന്റെ കൈകളിൽ ഇവിടെ അതില്ല, പൊതുവെ 4 സാധനങ്ങളാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ പറയും പാശാങ്കുശ, അല്ലേ? മോദക, അതുപോലെ തന്നെ പിന്നെന്താ മറ്റൊരു സാധനം? ഗണപതിയുടെ കയ്യിൽ 4 സാധനങ്ങൾ എന്തൊക്കെയാണ് അറിയോ? ഒന്നുകിൽ കലശമായിരിക്കും, അല്ലെങ്കിൽ പുസ്തകമായിരിക്കും. ഒന്നുകിൽ കലശമായിരിക്കും, അല്ലെങ്കിൽ പുസ്തകം. അതുകൊണ്ടാണ് നമ്മളൊക്കെ വിദ്യ ആരംഭിക്കുമ്പോൾ, സരസ്വതീ ദേവിയുടെ ദിവസമാണ് നമ്മൾ വിദ്യ ആരംഭിക്കുന്നെങ്കിലും പറയുന്ന മന്ത്രം സരസ്വതിയുടെ അല്ല. ഓം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഹരി, ശ്രീ, പിന്നെന്താ വാക്ക്? ഗണപതയേ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. മനസ്സിലാവുണ്ടല്ലോ എന്തിനാണ് നമ്മൾ അങ്ങനെ ഹരിശ്രീ കുറിക്കുന്നത്? ഗണപതി ഭഗവാനെ ഓർക്കുന്നത് എന്തിനാണ്? ഒരു കയ്യിൽ അങ്കുശമുണ്ട്. എന്താണ്? ആനയെ പിടിച്ചു നിർത്തുന്ന ആയുധമാണ് ഏത്? ഇതുപോലെയാണ് മനുഷ്യന്റെ മനസ്സിന് അലസതയിലേക്കും അവശതയിലേക്കും വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്കും വേണ്ടാത്തത് തോണ്ടിയിരിക്കുന്ന സ്വഭാവത്തിലേക്കുള്ള ഒരു അടുപ്പം വരുമ്പോൾ തടയിടേണ്ടടുത്ത്, നിയന്ത്രിക്കേണ്ടടുത്ത് അക്കൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയത് എന്താ അറിയോ? ഒരാത്മനിയന്ത്രണം അവർക്ക് പറയൂ ഇല്ല. അതിനെന്ത് വേണം? ആത്മനിയന്ത്രണം ഉണ്ടെങ്കിൽ മറ്റൊരു കയ്യിൽ, ഗണപതി ഭഗവാന്റെ കയ്യിൽ ഉള്ളത് പാശമാണ്. എന്താണ് പാശം എന്ന് പറഞ്ഞാൽ? കയറാണ്. നല്ലതിൽ കെട്ടിയിട്, നല്ല സംസ്കാരത്തിൽ കെട്ടിയിട്, നല്ല കൂട്ടുകെട്ടിൽ കെട്ടിയിട്. അമ്മ നല്ലൊരു ഗുരുവായി അമ്മയിൽ മകനെ ചേർത്ത് വെച്ചുകൊണ്ട്, അച്ഛൻ നല്ലൊരു ഗുരുവായി ചേർത്ത് വെച്ചുകൊണ്ട്, അങ്ങനെ നല്ല സംസ്കാരത്തിൽ ക്ഷേത്രത്തിൽ പോകുന്നു, നാമം ജപിക്കുന്നു. ഈ സംസ്കാരത്തിൽ കെട്ടിയിട്ടാൽ ക്രമേണ ക്രമേണ വേണ്ടാത്ത കൂട്ടുകെട്ട് വരുമ്പോൾ അവിടെ അങ്കുശം ഉള്ളിൽ നിന്ന് പറയും, ഈ കൂട്ടുകെട്ടിൽ പെട്ടുപോവരുത്, ഇത് നിന്റെ ജീവിതത്തെ അധപ്പതിപ്പിക്കും. മനസ്സിലാവുണ്ടല്ലോ? അങ്ങനെ നല്ല കാര്യങ്ങളിൽ ചേർന്ന് നല്ലത് പ്രവർത്തിക്കുമ്പോൾ അതിനെന്ത്, അങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടും? അറിവ് കിട്ടും. പലരിൽ നിന്നും പല അറിവുകൾ, അറിവിൻ്റെ ആണ് പുസ്തകം. നല്ല നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ജീവിതം സന്തോഷമുള്ളതാവും. ആ സന്തോഷത്തിന്റെ പ്രതീകമാണ് കയ്യിൽ മോദകം എന്ന് പറയുന്നത്. മോദകം, ലഡു. നമ്മൾ എപ്പോഴാണ് ലഡു വിതരണം ചെയ്യുക? ഭാര്യ പ്രസവിച്ചാൽ ലഡു വിതരണം ചെയ്യും, കുഞ്ഞിന്റെ പിറന്നാളിന് ലഡു വിതരണം ചെയ്യും. അതൊക്കെ എന്തിനാണ് ഈ ലഡു വിതരണം? അവർക്ക് പറയൂ, സന്തോഷത്തിന്. അപ്പൊ ജീവിതം എന്നും സന്തോഷമാവാൻ നല്ല കൂട്ടുകെട്ട് വേണം, നല്ല ചിന്തകൾ വേണം. വേണ്ടാത്ത കൂട്ടുകെട്ടിനെ കൊക്കക്കിട്ട് ഇവിടെ പിടിച്ചു നിർത്തണം. നല്ല അറിവുകൾ പലരിൽ നിന്നും നേടിയെടുക്കണം. ജീവിതം സന്തോഷമുള്ളതാവണം. ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷം പകരാനുള്ളതായിരിക്കണം. വേണോ? വേണ്ടയോ? വേണോ? അതിനാണ് ഭഗവാൻ എവിടെ യാത്ര ചെയ്യുന്നത്? എലിയുടെ മുകളിലാണ്. എവിടെയാണ്? എന്തിനാ ഭഗവാൻ എലിയുടെ മുകളിൽ യാത്ര ചെയ്യുന്നത്? എലി എന്നതൊരു പ്രതീകമാണ്, കർമ്മ പ്രതീകമാണ്. ഇതിന്റെ കർമ്മത്തിന്റെ പ്രതീകം. കർമ്മം എന്ന് പറയാൻ എന്താണ്? ഏത് കാര്യവും നേടിയെടുക്കാൻ നിരന്തരമായൊരു പ്രയത്നം. ഇപ്പൊ നോക്കൂ, ഇവിടെ ഗണേശോത്സവം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറെ ദിവസങ്ങളായി ഇതിന്റെ പിന്നിൽ നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ സാധിച്ചത്. ആണോ? പറയൂ. ഇങ്ങനെ നമ്മൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഈ ക്ഷേത്രത്തിന്റെ ദുരവസ്ഥ മാറിക്കിട്ടോ ഇല്ലയോ? മാറിക്കിട്ടുമോ? അതിന് ഹിന്ദുക്കൾ എലിയാവില്ല.
എലിക്ക് നല്ല സ്വഭാവമുണ്ട്, ചീത്ത സ്വഭാവമുണ്ട്. എല്ലാം അത് തുരന്ന് പോകുന്നത് അതിന്റെ കർമ്മമാണ്, ആണോ? എല്ലാം നശിപ്പിക്കുന്നത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മൾ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? നമ്മള് നല്ലത് ചെയ്തിട്ടില്ലെങ്കിൽ സ്വയം നശിക്കും, നല്ലതൊന്നും നടക്കില്ല, ഒക്കെ നശിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നല്ലതിൻ്റെ കൂടെ ചേർന്ന് നല്ലത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ അവിടെ വിജയമേ ഉള്ളൂ. എലി ഗണപതി ഭഗവാനോട് ചേരുമ്പോൾ ശ്രദ്ധിക്കുക, കർമ്മം ദൈവീകമാകുമ്പോൾ അവിടെ അവനവനും ഉന്നതിയുണ്ട്, ഒരു സമൂഹത്തിനും ഉന്നതിയുണ്ട്. അതേ കർമ്മം തന്നെ ദൈവീകതയില്ലാത്തതായാൽ, എലി ഗണപതി ഭഗവാനോട് ചേരാത്തതായാൽ വിഷം വെച്ച് കൊല്ലും നമ്മൾ, ഇല്ലേ? കെണി വെച്ച് പിടിക്കും. കാരണം എലി അത്രയും നല്ലതാണോ ഉപദ്രവകാരിയാണോ? ഉപദ്രവകാരിയാണ്. ഇതുപോലെയാണ് ദൈവികതയില്ലാത്തവന്റെ കർമ്മം അവനവനും ഉപകരിക്കില്ല, ആർക്കും ഉപകരിക്കില്ല. അതുകൊണ്ട് സ്വാർത്ഥരായി ജീവിക്കരുത്. നല്ലതിനോടൊക്കെ ചേർന്ന് നല്ലതിൻ്റെ കൂടെ പ്രവർത്തിച്ച് നിരന്തരം നമ്മൾ ദൈവികമായ ഒരു അനുഗ്രഹത്തോടുകൂടി മുന്നേറിയാൽ ജീവിതം അനുഗ്രഹീതമായി. വേണോ വേണ്ടയോ? വെറുതെ നിങ്ങൾ ജീവിതം കളഞ്ഞു കുളിക്കരുത്. ഈ ഗണേശോത്സവം 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ്. 1, കാലത്ത് എണീക്കണം, ക്ഷേത്രത്തിൽ പോകണം, ഒരു നേതൃത്വ ശക്തി ഉണ്ടാക്കണം. എന്തുണ്ടാക്കണം? അപ്പോഴാണ് പലതിനെയും നേരിടാനുള്ള ഒരു ആത്മബലം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. 2, നല്ലവണ്ണം നാമം ജപിക്കുമ്പോഴാണ് നല്ലതെല്ലാം ജീവിതത്തിൽ ആകർഷിക്കപ്പെടുക. അങ്ങനെ മുന്നേറുമ്പോൾ നല്ലത് പറഞ്ഞു തരാനുള്ള ആളുകൾ ചുറ്റുമുണ്ടാവും. അതാണ് അറിവ്. ഈ അറിവിലൂടെ മുന്നിൽ പോകുമ്പോൾ വേണ്ടാത്ത കൂട്ടുകെട്ടുകളെ ഒന്ന് അങ്കുശം വെച്ച് തടഞ്ഞു നിർത്തണം. നല്ല ബന്ധങ്ങളിൽ നമ്മളെ ചേർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷമുണ്ട്, മറ്റുള്ളവർക്കും സന്തോഷം പകരാൻ സാധിക്കും. അതിന് നിരന്തരം നല്ലതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ ഏത് ജീവിതവും, മോശം ജീവിതവും, എലി മോശമാണ്, പക്ഷെ മോശം എലിയും ഗണപതി ഭഗവാനോട് ചേരുമ്പോൾ ദൈവീകതയുള്ള എലിയായി മാറുന്ന പോലെ ഏത് ജീവിതവും നല്ലതിനോടൊക്കെ ചേർന്ന് നല്ലത് ചെയ്ത് ജീവിക്കുമ്പോൾ അത് ഉത്കൃഷ്ടമായ, ശ്രേഷ്ഠമായ, അനുഗ്രഹീതമായ ജീവിതമായി മാറുന്നു. വേണോ? ഒരു നാടിൻ്റെ ഗതി മാറ്റിമറിക്കാൻ കഴിയുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. പക്ഷെ അതിനെന്ത് വേണം? ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോവാൻ ഒരു ദൃഢപ്രതിജ്ഞ ചെയ്ത് ജീവിതത്തെ നമ്മളൊന്ന് മാറ്റിയെടുക്കണം. അലസത മാറ്റണം, അവശത മാറ്റണം. അതുപോലെ തന്നെ നല്ലതിനോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ ഒന്നമ്മമാരൊന്ന് മുന്നിൽ നടന്നാൽ തന്നെ മക്കളും പുറകിൽ നടക്കും. ഒരു പശുവിന്റെ പിന്നാലെ അതിൻ്റെ മക്കൾ നടക്കുന്ന പോലെ. എന്നാൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ നിങ്ങളുണ്ടല്ലോ, കുട്ടികൾ കിടന്നുറങ്ങണു, അത് കഴിഞ്ഞ് അവരെ ട്യൂഷന് പറഞ്ഞയക്കുന്നു, വൈകുന്നേരം ട്യൂഷന് പറഞ്ഞയക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നാട് നന്നാവുമെന്ന്? അവനവൻ നന്നാവാത്തിടത്തോളം കാലം ഏത് നന്നാവില്ല? നാട് നന്നാവില്ല, വീട് നന്നാവില്ല. അപ്പൊ ആദ്യം നന്നാക്കേണ്ടത് ഏതാണ്? മനസ്സാണ്. മനസ്സ് നന്നായാൽ മനസ്സുകൾ നന്നായി, മനസ്സുകൾ നന്നായാൽ നാട് നന്നായി. ഇങ്ങനെ നമുക്ക് മനസ്സിൽ നിന്ന് നാട്ടിലേക്കും, മനസ്സിൽ നിന്ന് വീട്ടിലേക്കും, വീട്ടിൽ നിന്ന് നാട്ടിലേക്കും മാറ്റം വരുത്തിക്കൊണ്ട് ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യത്തെ ഗണേശോത്സവത്തിന് ഈ ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം തന്നെ മാറ്റാൻ ഈ നാട്ടിലുള്ള സുഹൃതികളായ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിൻ്റെ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പോവാൻ. ആ ഇത്രയും വേണ്ടു. കാലത്ത് രാവിലെ എണീക്കുക, ക്ഷേത്രത്തിൽ പോവുക. നമ്മളങ്ങനെ ശീലിച്ചെടുത്താൽ ജീവിതം മാറി ഈ നാട് തന്നെ ഒരു ദാരിദ്ര്യത്തിൽ നിന്നും മാറി അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാകും. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഒരു നാടിൻ്റെ ദാരിദ്ര്യത്തിൽ ക്ഷേത്രത്തിലും വലിയൊരു പങ്കുണ്ട്. ശ്രദ്ധിക്കുക, ഒരു ക്ഷേത്രം വളരെ ജീർണിച്ച അവശയിൽ കിടന്നാൽ ആ നാട് കരകയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു നാട് നന്നാവണമെങ്കിൽ ഏത് നന്നാവണം? ആ നാട്ടിലുള്ള ക്ഷേത്രം നന്നാവണം. മനസ്സിലായില്ലേ? അപ്പൊ ക്ഷേത്രം നന്നാവണമെങ്കിൽ ആര് നന്നാവണം? നമ്മൾ നന്നാവണം.
അപ്പൊ നമ്മളൊരു പ്രതിജ്ഞയോടുകൂടി ഒരു ക്ഷേത്രത്തിൽ പോയി ശീലിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം. ഈ നാട് നന്നാവും. കാരണം ഇവിടെ എത്രയോ, നേരത്തെ പറഞ്ഞില്ലേ, എത്രയോ മഹാന്മാരുടെ പാദസ്പർശമേറ്റൊരു മണ്ണാണ്. ആദിശങ്കരാചാര്യ സ്വാമികൾ തന്നെ കാലുകുത്തിയൊരു മണ്ണാണെന്ന് പറയുമ്പോൾ, ഇന്ന് നോക്കൂ നിങ്ങൾ, അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളും ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് പഠിക്കുന്ന ചെയറുകൾ അവിടെ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് പല വിദേശ യൂണിവേഴ്സിറ്റികളും ശങ്കരാചാര്യ സ്വാമികളുടെ ഉപനിഷത്തുകളെ പഠിപ്പിക്കുകയാണ്. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, അധികം വൈകണ്ട, ഒരു 10-15 വർഷത്തിനുള്ളിൽ ആദിശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ പല മന്ത്രങ്ങളും ശരിയാണെന്ന് ആധുനിക ഭൗതിക ശാസ്ത്രം വിളിച്ചു പറയുന്ന കാലം വിദൂരത്തിലല്ല. ശാസ്ത്രജ്ഞന്മാർ നാളെ ശങ്കരാചാര്യസ്വാമികളെ നമിച്ചുകൊണ്ട് പറയും, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് അങ്ങ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. യെസ്, ദർ ഇസ് എ ട്രൂത്ത്, ഇൻഫിനിറ്റ് ട്രൂത്ത്. അത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു വാക്കിപ്പോ അവർ പറഞ്ഞു, ദ വേൾഡ് ഈസ് നോട്ട് റിയൽ. ഇതൊരു റിയൽ വേൾഡ് അല്ല. ഈ കാണുന്നത് സത്യത്തിൽ വെറും ഇല്യൂഷനാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന വാക്കിന്റെ ജഗത് മിഥ്യ എന്ന വാക്ക് ആധുനിക ഭൗതിക ശാസ്ത്രത്തിന് ബോധ്യപ്പെട്ടു. ഇനി അടുത്തൊരു വാക്കും കൂടി പറയാനുള്ളൂ, ബ്രഹ്മസത്യം എന്നുള്ളത്. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആദിശങ്കരാചാര്യ സ്വാമികളുടെ മുന്നിൽ തല കുനിക്കുന്ന കാലം അതിവിദൂരത്തിലല്ല. കുറെ കഴിഞ്ഞാൽ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ചു വരും, ഒക്കൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ആദിശങ്കരാചാര്യ സ്വാമികൾ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവിടെയൊന്ന് വരണം എന്നുള്ളത്. ഇതിന്റെ ഒരു അവസ്ഥ കണ്ടാൽ അവർ പറയും, കഷ്ടം, ഈ നാട്ടുകാർ ഇങ്ങനെയും പോയോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പ്രവർത്തിച്ചാൽ, ഒന്നിച്ചു നിന്നാൽ ഏത് കാര്യത്തിലും വിജയം കൈവരിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊരു ചെറിയൊരു കവിത ചൊല്ലിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും ചൊല്ലണം. ഇത് കുഞ്ഞുണ്ണി മാഷുടെ വരികളാണ്. ആരുടെ വരികള്? ഇതിന് ഭക്തിയായിട്ടൊന്നും ഒരു ബന്ധമില്ല, ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നെന്നിങ്ങനെ എഴുതാം, ചൊല്ലു. വിഷമിക്കണ്ട, ഭക്ഷണം ഉണ്ടല്ലോ, ഉറക്കെ ചൊല്ലിക്കോളൂ. ഉറക്കെ ചൊല്ലുമ്പോഴാണ് വിശപ്പ് വരിക. ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെൻ ഇങ്ങനെ എഴുതാം, വളവും വേണ്ട കുറിവും വേണ്ട, പുത്തനെയൊരു വര വലിയവരാ, ഒന്നായാൽ നന്നായി. ഉറക്കെ പറയൂ, ഒന്നായാൽ നന്നായി, നന്നായാലൊന്നായി, നന്നായാലൊന്നായി, ഒന്നായാൽ നന്നായി, ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം. നല്ല വരികളല്ലേ? നല്ല വരികളല്ലേ? ഒന്നായാൽ, ഉറക്കെ പറയൂ, ഒന്നായാൽ നന്നായാൽ ഒന്നായി. അപ്പൊ നാളെ മുതൽ നന്നാവാൻ തീരുമാനിച്ചോ? അത് പറഞ്ഞപ്പോൾ മിണ്ടുന്നില്ല. കാലത്തെണീക്കാൻ തീരുമാനിച്ചോ? എത്ര പേര് തീരുമാനിച്ചു? ഇന്ന് വരെ എണീക്കാത്തവരാണപ്പോ നിങ്ങളൊക്കെ. കാലത്തെണീറ്റ് അമ്പലത്തിൽ പോവാൻ തീരുമാനിച്ചോ? കുട്ടികളെ കൊണ്ടൊക്കെ നേത്തടിക്കണം. അതിന് മുതിർന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ തടി ഇളകണ്ടേ? നിങ്ങൾ നാളെ ഏത്തടാൻ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ തടിക്ക് വല്ലതും പറ്റിയ ആ സ്വാമി കാരണം മസിലും പിടിച്ചു. കാരണം ഇതൊക്കെ ഇളകിയിട്ട് ജീവിക്കണില്ലല്ലോ. അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഏത്തടിക്കണം. ഒരു 3 പ്രാവശ്യം ഓങ്കാരം ചൊല്ലിക്കണം. എന്ത് വേണം? ഓങ്കാര മന്ത്രം. കുറച്ചു നേരം ഒരു നാമം. ഈ ക്ഷേത്ര സന്നിധിയിലല്ലേ നിങ്ങളൊക്കെ? ആണോ? ഹരേ രാമ ഹരേ രാമ. ഇതൊരു 21 പ്രാവശ്യമെങ്കിലും ജപിച്ചിട്ടേ ആ ക്ഷേത്ര സന്നിധിയിൽ നിന്നും
പോവാൻ പാടില്ല. അങ്ങനെ കുട്ടികളെ ശീലിപ്പിച്ചു നോക്കും നിങ്ങൾ. അവരുടെ മനസ്സിന്റെ ഊർജ്ജഗതി മാറും. അതായത് ഒരു നെഗറ്റീവ് ആകർഷണത്തിൽ നിന്നും, ഞാൻ സയൻസാ പറയുന്നത്, ഒരു നെഗറ്റീവ് ആകർഷണത്തിൽ നിന്നും പോസിറ്റീവ് ആകർഷണം വരുമ്പോൾ നല്ലതെല്ലാം വരാൻ തുടങ്ങും. നേതൃത്വ ശക്തി വരും, അവരിലെ സിദ്ധി വിനായകൻ ഉണരും, സിദ്ധികളൊക്കെ ഉണരാൻ തുടങ്ങും, അവരിലെ കർമ്മശക്തി ഉണരും. അതുകൊണ്ട് അവര് വളരെയധികം പുരോഗതിയിലേക്ക് ഉയരും. വേണോ? നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഭഗവാൻ ഗണനായകനാണ്, സിദ്ധി വിനായകനാണ്. അതുപോലെ സർവ വിഘ്നങ്ങളെയും ഹരിക്കുന്ന ഗണപതിയുടെ ഈ ഗണോത്സവോത്സവ സമയത്ത് നമുക്കിവിടെ ഒത്തുചേരാനും 24 മുതൽ 31 ദിവസം ധന്യമായ ദിവസങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു സൗഭാഗ്യത്തിന് മുമ്പിൽ ഞാനും നമിക്കുകയാണ്. ഇന്ന് എനിക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ അതീവ സന്തോഷമുണ്ട്. ഇതൊരു മാറ്റത്തിൻ്റെ ഉത്സവമായി മാറട്ടെ. നമുക്ക് എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 3 പ്രാവശ്യം പ്രണവസ്വരൂപനായ ഗണപതി ഭഗവാനെ നമുക്കൊന്ന് സ്മരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. എല്ലാവരും നിവർന്നിരിക്കുക. ഓങ്കാരമന്ത്രം ചൊല്ലി ശീലിക്കണം. കുട്ടികളെ കൊണ്ടൊക്കെ ചൊല്ലിപ്പിക്കണം. നിങ്ങൾ ഈ ഓങ്കാരം ചൊല്ലുന്നത് ബ്രെയിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ, ന്യൂറോൺ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവേണ്ടത്, ആരും കഴിവില്ലാതെയല്ല വന്നത്. പലരുടെ ഉള്ളിലും അത്ഭുതകരമായ കഴിവുകളുണ്ട്. പക്ഷെ അതെല്ലാം ബ്രെയിനിന്റെ ഒരു ഭാഗത്ത് അലസത കൊണ്ടും അവശത കൊണ്ടും മറഞ്ഞിരിക്കുക. അതിനെയൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? ഉണർത്തിയെടുക്കണം. മനസ്സിലാവുണ്ടല്ലോ? ഓങ്കാരാദി മന്ത്രങ്ങൾ ഒരാളുടെ ഉള്ളിലുള്ള കഴിവുകളെ ഉണർത്തും. മരാ 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 ചൊല്ലി ഒരു രത്നാകരൻ വാത്മീകിയായ കഥ നമുക്കുണ്ട്. ഉണ്ടോ? നാമം ജപിച്ച് ഒരു വലിയ കവിയായി തീർന്ന കഥ ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ പൂന്താനം ജപിച്ച് കവിയായിരുന്നു. ജപിച്ച് കവിയായ ആൾ മേൽപ്പത്തൂർ. കേട്ടില്ലേ ഇവരെയൊക്കെ കുറിച്ചിട്ട്? ഉണ്ടോ? ഇതുപോലെ എത്ര ആളുകൾ. മനസ്സിലായില്ലേ? മഹാരാഷ്ട്രയിലെ ഉത്സവമാണ് ഗണേശോത്സവം. പക്ഷേ ഇതിനൊരു അടുക്കും ചുറ്റുമൊക്കെ ഉണ്ടാക്കിയത് മഹാരാഷ്ട്രയില് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ്. കാരണം ഗണേശോത്സവം പകർന്ന ഒരു ഏകതാബോധവും, അതായത് ഐക്യവും ഒരു ശക്തിയും അവരുടെ ജീവിതത്തിൽ അവരെ വളരെ സ്വാധീനിച്ചു. ഗണപതി ബപ്പ മോറിയ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നേറിയപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം വന്നു. മറാഠികളുടെ ദേശീയ ഉത്സവമായി ഇത് മാറി, ഗണേശോത്സവം മാറി. മനസ്സിലായില്ലേ? കേരളത്തിലും ഈ മാറ്റം ഉണ്ടാവട്ടെ. കാരണം ഹിന്ദു സമൂഹം വളരെ പുറകിലാണ് പല കാര്യത്തിലും. നമ്മളും മുന്നേറണം. വേണ്ടേ? എല്ലാ ദേവന്മാരിലും ആദ്യം ആരാധിക്കപ്പെടുന്നത് ഗണേശ ഭഗവാനെയാണെങ്കിൽ ഈ ലോകത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടത് ആ ഗണേശനെ പൂജിക്കുന്ന, ആരാധിക്കുന്ന ഭാരതീയരായിരിക്കണം. വേണ്ടയോ? വേണോ? അതിന് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യണം? ആ തരത്തിൽ മുന്നേറും. അതിന് ഓങ്കാര ജപം, അതുപോലെ നാമജപം ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടുപോകും. ഒരു ദിവസം പോലും ഓങ്കാരം ചൊല്ലാത്ത ദിവസം ഉണ്ടാകും. എല്ലാവരും നിവർന്നിരിക്കാം. നട്ടലൊക്കെ നിവർന്ന് വീട്ടിലൊക്കെ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. താഴെ ചമ്രം പടിഞ്ഞ് ഇരുന്ന് കൊണ്ടൊക്കെ ചൊല്ലി നോക്കിയാൽ നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ ചമ്രം പടിയാൻ പറ്റാത്തവരാണെങ്കിൽ നട്ടല് നിർബന്ധമായി നിവർന്നിരിക്കണം. കാരണം തലച്ചോറിനകത്തേക്ക് അത്രയും ഊർജം കടത്തിവിടുന്ന ഒരു പ്രക്രിയയാണ് പ്രണവം. എല്ലാവരും കണ്ണടച്ച് നിവർന്നിരിക്കുക. ഒരുമിച്ച് ചൊല്ലാണ്. ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്കിട്ട് ഒരുമിച്ച് ചൊല്ലാം. ഓ കണ്ണടച്ച് ഉള്ളിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം കുറവുകളും ന്യൂനതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതെല്ലാം പുറത്തേക്ക് പോകണം. ഗണേശ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച്
ഇന്ന് നിങ്ങളിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ശക്തിയെ മനസ്സിൽ വിചാരിച്ച് ശ്വാസം വീണ്ടും ഉള്ളിലെടുത്ത് എല്ലാ തരത്തിലുള്ള നമ്മുടെ കുറവുകള് ദോഷങ്ങള് പുറത്തേക്ക് കൊണ്ട് ആ ഓങ്കാര ജപത്തോടുകൂടി ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും പുറത്തേക്ക് ഉള്ളിൽ ആ ദൈവീകത ഉണർന്നു വരും. ശ്വാസം നല്ലവണ്ണം എടുത്ത് ഒരുമിച്ച് ചൊല്ലണം. നട്ടെല്ല് നിവർന്ന് ചൊല്ലണം. ഓങ്കാരം ചൊല്ലുമ്പോൾ നട്ടെല്ലൊന്ന് പതുക്കെ മുകളിലേക്ക് ഉയർത്തുന്നത് ആ ഓങ്കാരത്തിന്റെ ഏകാഗ്രതയും ശക്തിയും പറഞ്ഞു. ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുത്ത് ഒരുമിച്ച് ചൊല്ലണം. ഓ വീണ്ടും ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിച്ച് ഉള്ളിലുള്ള സകല ദോഷവും നീങ്ങണം, കുറവുകളും മാറണം, എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നും മാറണം. നിങ്ങളതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സകല ദുരിതങ്ങളെയും മാറ്റാൻ ഗണേശ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉള്ളിലൊരു പ്രകാശം വന്ന് നിറയുന്നതൊക്കെ ഭാവനയിൽക്കാൻ നല്ലവണ്ണം ദൈവീകമായൊരു ശക്തി നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശം വളർന്ന് വികസിച്ച് നിറയുന്നതൊക്കെ ഭാവനയിൽക്കാൻ ഉള്ളിലൊരു പ്രകാശം നിറയട്ടെ. ഇരുട്ടിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കും. അലസതയിൽ നിന്നും അവശതയിൽ നിന്നും അനാവശ്യ ചിന്തകളിൽ നിന്നും പുറത്തു കടക്കും. ശ്വാസം വീണ്ടും എടുത്ത് ഉറക്കെ ചൊല്ലണം, ഒരുമിച്ച് ചൊല്ലണം, നീട്ടി ചൊല്ലണം. ഓ വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവാ സർവകാരീഷു സർവദാ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കൈ തിരുമ്മി കണ്ണു തുറക്കും. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും സർവവിഘ്നങ്ങളിൽ നിന്നും പുറത്തു കടന്ന് ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ആയുരാരോഗ്യത്തിൻ്റെയും അനുഗ്രഹം നിറഞ്ഞവരായി തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒരു വെളിച്ചം. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രണാമങ്ങളും നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രണാമം. ഈ ചടങ്ങിലേക്ക് സമാപനമാണ്. ഇത് കഴിഞ്ഞ്
തിരുവാതിരയും കൈകൊട്ടിക്കളിയും അവതരണമുണ്ട്. ഈ ചടങ്ങിലേക്ക് ഈ ആഘോഷ സമിതിയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീ കെ കർണൻ അവരുകളെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ശ്രീ രക്ഷാധികാരി ശ്രീ KMP മോഹനൻ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ആശ ടീച്ചറെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോട്ടയം ദേവി മഹാത്മ്യ ഭക്ത സമിതിയുടെ ദേവി ചേച്ചിയെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പെട്ടെന്ന് കാരണം ചടങ്ങ് ഈ നമ്മളിലെ ഈ ചടങ്ങിന്റെ സമാപനമാണ്. അതിനുശേഷം നിർദ്ദേശങ്ങൾ പറയാം. ഒന്ന്, ആശ ടീച്ചറെ ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വളരെയേറെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ആശ ടീച്ചറെ കഴിഞ്ഞ വർഷം ഗണേശോത്സവ വേദിയിൽ ഒന്ന് പറഞ്ഞു, എനിക്ക് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് ഒന്ന് കാണണമെന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ടീച്ചറെ സ്വാമിജി ഒന്ന് ആദരിക്കുകയാണ്. ടീച്ചറെയും ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. സ്വാമിജിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റൊന്ന്, കോട്ടയത്തെ ദേവി മഹാത്മ്യ പാരായണ സമിതിയുടെ ദേവി ചേച്ചിയാണ്. 101 അമ്മമാരുമായിട്ടാണ് 31-ാം തീയതി ദേവി മഹാത്മ്യ പാരായണം ഇതേ വേദിയിൽ നടക്കുന്നത്. അത് മാത്രമല്ല, 100 കുടുംബൈശ്വര്യ പൂജയും ദേവി ചേച്ചി ചേർത്തു, കോട്ടയത്ത് നിന്ന് തന്നെ. അത് കൂടാതെ 5 പേരെ കൊണ്ട് പ്രസാദോട്ടിനും വിഗ്രഹ സമർപ്പണവും നടത്തിച്ചിരിക്കും. ദേവി ചേച്ചിയെ ആദരിക്കുന്നു. ദേവി ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു കൃഷ്ണഭക്തിയാണ്. മറ്റൊന്ന്, നമ്മുടെ രക്ഷാധികാരി ശ്രീ KMP മോഹനൻ ആദരിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സ്വാമിജിയെ ആചാര്യവനമാണ്. സ്വാമിജിയെ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്ന മുഖ്യ രക്ഷാധികാരി ശ്രീ കെ കർണൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന് ഒരു ആശംസ പറയാൻ കാരണം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമിജി ഇറങ്ങുകയാണ്. നമ്മുടെ ഗണേശോത്സവം 3-ാമത്തെ ദിവസം